ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ അടുത്ത ദിവസം തുടങ്ങിയിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് കിസ്ത്വാറിലാണ്. നമ്മളങ്ങനെ കിസ്ത്വാറിൽ നിന്ന് കില്ലർ, അതായത് പാടർ വഴി കില്ലറിലേക്ക് പോകാനുള്ള പദ്ധതിയിലാണ്. നമ്മൾ ഇന്നലെ താമസിച്ച ഈ കാണുന്ന K17 ഹോട്ടലിലാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും നിനക്ക് മനസ്സിലായോ? ഇല്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല. വെടിവെപ്പ്. യെസ് ഗൈസ് നോക്കൂ, അങ്ങനെ ഞങ്ങൾ താമസിച്ച ഒരു വെടിവെപ്പ് ഹോട്ടലിലാണ്. പക്ഷേ ഞങ്ങൾ ഇന്നലെ വെടിവെപ്പൊന്നും കണ്ടില്ല. അതെ ഗൈസ്, നമ്മൾ അങ്ങനെ നേരെ പോവാണ്. തൊട്ടവിടെ നമ്മുടെ എൻഡവർക്കുട്ടൻ കിടപ്പുണ്ട്. ഇവിടുന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 120 കിലോമീറ്റർ ഉള്ളൂ. തൊട്ടുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തുമ്പിക്കൊക്കെ തലവേദന ആകെ. ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ പ്രശ്നങ്ങളായി. അപ്പോൾ എന്തായി, ഇന്ന് രാവിലെ കഴിച്ചിട്ടിറങ്ങാൻ തീരുമാനിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ സൂര്യൻ മലയിൽ നിന്ന് പൊങ്ങി വരണമെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 9 മണി എടുക്കും. ഇപ്പം മലയിൽ നിന്ന് പൊങ്ങി വന്നിട്ട് ആകെ പ്രശ്നമാണ്. അതെ, നേരെ കണ്ണിലോട്ടാ തരുന്നത്. യെസ് ഗൈസ്. ഗൈസ് എന്തൊക്കെയായിരുന്നു, മലപ്പുറം കത്തി, മിഷൻ കണ്ണ്, അമ്പും ലാസ്റ്റ് പടമായി ശവമായി. സത്യം വിളിച്ചു പറയാടാ അലിവിനെ. പിന്നെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വണ്ടി ഓടിക്കാൻ തുടങ്ങി. എന്നിട്ട് പടമായിരുന്നു. ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ പുള്ളി എന്നെ പറഞ്ഞു, പുള്ളിക്ക് ഉറക്കം വരുന്നത് കൊടുക്കാനല്ലേ പറഞ്ഞു. ഞങ്ങൾ സത്യസന്ധമായ കള്ളന്മാരാണ്. ഞങ്ങൾ സത്യസന്ധമായിട്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ തുമ്പിക്ക് വണ്ടി കൊടുക്കുന്നില്ല. തുമ്പിന് ഇന്ന് റെസ്റ്റില്ല. ഗൈസ് നോക്കൂ, നമ്മുടെ വേറെ കേസ്, ഞങ്ങൾ ചിലപ്പോൾ ഇവിടുന്ന് ഡൽഹിക്ക് പോയിട്ടായിരിക്കും നാട്ടിലേക്ക് പോവുക. തുമ്പി പറയുന്നത് ഡൽഹിയിൽ നിന്ന് 2 ദിവസം കൊണ്ട് കണ്ണൂർ എത്തുമെന്ന്. അല്ല ബാംഗ്ലൂരാണോ? ബാംഗ്ലൂരല്ല, നാട്ടിലെത്താലോ. എങ്ങനെ എത്തും? വണ്ടി ഓടിച്ചെത്തും. ഇന്ത്യക്ക് ഇപ്പം ലീവില്ല. ഇന്ത്യക്ക് ഗൈസ് ഫൈനലി നമ്മൾ റൂമിൽ നിന്ന് സാധനങ്ങളൊന്നും എടുത്തില്ല. ഈ റൂം എടുക്കുമ്പോൾ വലിയ സംശയമാണ്, നമ്മുടെ സാധനം വല്ലതും മിസ്സായിട്ടുണ്ടോ. അതുകൊണ്ട് സാധനം മിസ്സായി പോയാൽ തന്നെ ഇവരോട് സംസാരിക്കണം, എടുക്കണം. അയ്യോ ഭയങ്കര പാടാണ്. അപ്പം ഫുഡ് വന്നോ? സമയമുണ്ടോ? ഏത് റൂമിൽ നിന്നാ സാധനം പോയതെന്ന് പറഞ്ഞു. എന്തെങ്കിലും എടുത്തെങ്കിൽ വേണ്ടിയില്ല. അല്ല എന്നാ പറഞ്ഞേ തുമ്പി, എന്നാ പറഞ്ഞേ? വന്നോ? ടേബിളിൽ ഇരിക്കുവാണോ? ഗൈസ് നോക്കൂ, നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് പറഞ്ഞത്. അതെ, അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആയ ബ്രെഡ് ഓംലെറ്റ് ആൻഡ് ബ്രെഡ് ടോസ്റ്റ്, കോഫി ആൻഡ് മസാല ഓംലെറ്റ്. പേര് മാത്രമേ അമേരിക്കയുള്ളൂ, കോഴിമുട്ടയൊക്കെ ഇന്ത്യ. ഗൈസ് നമുക്ക് എന്തായാലും തുടങ്ങാം ഗൈസ് ഇന്നത്തെ പരിപാടി. ഫൈനലി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോന്നു. അന്നപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത് വണ്ടി പൂട്ടിയിൽ നിന്ന്. അന്നപ്പോൾ ഞങ്ങൾ തുറന്നു നോക്കി. അപ്പൊ വണ്ടി തുറന്നു. ഈ വണ്ടിയുടെ കീ അടുത്തുണ്ടല്ലോ, തുറക്കും. ആണോ? ഈ കീ എന്തിയെ നിന്റെ അടുത്താ? അയ്യോ എനിക്കറിയില്ല. തുമ്പി കീ എന്തിയെ? തുമ്പി അങ്ങ് മേളിലൊക്കെ ഏകദേശം മഞ്ഞ് വീണ് തുടങ്ങി കേട്ടോ. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഏകദേശം അപ്രോക്സിമേറ്റ് ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് മറ്റേ ഇത് വീക്ക് നന്നായിട്ട് മഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ആകാശത്തൊക്കെ ആയി അല്ലേ ഗൈസ്. വലിയ കുഴപ്പമില്ലാത്ത ഹീറ്ററുള്ള, അത്യാവശ്യം തമ്മിൽ ഭേദമുള്ള ഒരു ഹോട്ടൽ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത. അന്ന് സെറ്റപ്പ് ആണെന്ന് ചോദിച്ചാൽ അതെ. തുമ്പി അതേ സമയത്ത് വണ്ടിയുടെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ലെവലാക്കി എടുക്കുകയാണ്. തുമ്പി ഗ്ലൗസ് മാറ്റണ്ട കേട്ടോ, ഗ്ലൗസ് ഇവിടെ തന്നെ വെച്ചോ. ഞങ്ങൾ ഫുഡ് കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് എന്തോരം സാധനം മേടിച്ചെന്നറിയാമോ. പിന്നെ അതിപ്പോൾ ആതിഥിയായി. ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സീറ്റ് അവൻ കൊണ്ടുപോയി. അപ്പം ഉള്ള സീറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓരോ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ ലിബിൻ ഇന്നലെ ഒരു 30 രൂപയുടെ സോക്സ് മേടിച്ചു, 3 കിട്ടി. ഭയങ്കര ലാഭമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സോക്സിൻ്റെ അകത്തോടെ വിരൽ വന്നെന്ന്. ഈ ലോകത്ത് ബ്രെഡും ഓംലെറ്റും ഇല്ലെന്ന് എന്ത് ചെയ്താണേ? ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് ചെയ്തോ ഗൈസ്. ഇതാണ് കോഫി. നിനക്ക് ബ്ലാക്ക് കോഫി അല്ലേ പറഞ്ഞത്? ബ്ലാക്ക് കോഫി ഇതെൻ്റെ. ഇത് ബ്രെഡ് ഓംലെറ്റാ? ഐ ആം സോറി ഗൈസ്. യു സി യു ഈറ്റ്. ഇത് നിന്റെ. ഇത് ഉണ്ടാക്കി തരാനാണ് 1 മണിക്കൂർ എടുത്തത്. ഞങ്ങളുടെ നാട്ടിലെ പിള്ളേരൊക്കെയാണ് 5 മിനിറ്റിൽ അടിച്ച് കൈ തരും. ഇതാണ് ബ്രെഡ് ഓംലെറ്റ്. ഇത് കോഫിയും കൂട്ടി കഴിക്കാം. തണുപ്പല്ലേ? തണുപ്പാകുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയാവും. അങ്ങനെ ഒരു മടിയന്മാരായി. അപ്പോൾ ഫൈനലി നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ കയറ്റട്ടെ. യെസ്, ഇതിനകത്ത് 2 കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, അത് എടുക്കണം. സംഭവം എന്നാന്ന് വെച്ചാൽ കൂളിംഗ് ഗ്ലാസ് ഇല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് നിൽക്കാൻ നേരത്ത് നമ്മളെ ട്രൗസർ കീറിപ്പോ കേട്ടോ. ഗൈസ് വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് മോശമാണ്. അപ്പം വണ്ടിയുടെ ഡിക്കി തുറന്നു കൊടുക്കലാണ് ഇപ്പം പണി. അതെവിടെയാണ്? ഫ്രണ്ടിലല്ലേ? ഇവിടെയല്ലേ? യെസ് ഗൈസ്, അതായത് നമ്മുടെ ഈ കാണുന്ന ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് വരുന്ന വെള്ളം ഉണ്ടല്ലോ, ഒരു ബക്കറ്റ് വെള്ളം മേടിച്ചാലോ? ദൈവം ഇത് എത്ര ലിറ്ററാ? ഇതുണ്ടാവാ? ദൈവം അത്ര ഉണ്ടോ? ഓ ഇറ്റ് ഈസ് വെരി ഹൈ. അത്ര വലുതാ?
ഈ കാണുന്നത് റേഡിയേറ്റർ നോക്കിയാട്ടെ, കൂളന്റ് കുറവാണ്. ഇതാണോ? ഓവർ ഹീറ്റ് ആവാൻ സാധ്യതയില്ല. ഇല്ലില്ല, ആവും. തണുപ്പായാലും ഓവർ ഹീറ്റ് കൂടും. എക്സ്പീരിയൻസ് വെച്ച് പറയാം. വെള്ളം ഒഴിച്ചാക്കാം. ഒഴിക്കാൻ പോവാ. വെള്ളം നീ വന്ന് ഇവിടെ നിൽക്കുന്നത് അവരെടുത്തിട്ട് വരും. ആര്? നമ്മളിവിടുത്തെ ഇതല്ലേ ലിവിൻ രാവിലെ 2200 രൂപ കൊടുത്തെന്നും പറഞ്ഞ് അല്ലേ? എന്നാ കണ്ടിങ്ങറിലോട്ട് കടന്നു, എന്നാ തൊട്ടി എടുത്തോ. ഗൈസ്, ഇവിടുന്ന് ഇങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്. വെയിറ്റ് ചെയ്യാം. ഈ സാധനം എന്നാന്ന് മനസ്സിലായോ? ഇതാണ് ഇതിന്റെ അവ എടുക്കുന്ന സാധനം. എയർ നിങ്ങൾക്ക് അറിയത്തില്ല, എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരും. നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. വണ്ടി എങ്ങോട്ട് ഏത് ഇടയിലേക്ക് എടുക്കും ഞാൻ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. റിവേഴ്സിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ബ്രാൻഡ് തൊപ്പി വെക്കട്ടെ, തുമ്പിയുടെ തൊപ്പി ശരിയാവൂല. ശരിയാവില്ല. മോനെ ലിവിനെ, പോവാം. നമ്മൾ ഒരു പ്രാവശ്യം പോയതാണ്, എങ്കിലും ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത്, ഒരു കുത്തിക്കിഴപ്പിന്റെ പുറത്ത് ഞങ്ങൾ പോവുകയാണ്. എടാ തണുപ്പൊന്നുമില്ല, നീ എല്ലാം ഊരി കളഞ്ഞോ? എല്ലാം ഊരി കളഞ്ഞിട്ടുണ്ട്, എവിടെ പിടിക്കൂലേ? ഓ, നിന്റെ ചുക്കാമണി കണ്ടിട്ട് ഇപ്പൊ എന്നാ കാര്യം ഇരിക്കുന്നു ഇവിടെ ഉള്ളവർക്ക്. നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ പാടറിന് പോവുകയാണ്. ഏതാ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നോർത്ത് കൊറിയൻ ഭാഷ. നിങ്ങൾക്ക് യാത്ര പോകുന്ന നോർത്ത് കൊറിയ. യെസ്, അടുത്ത ഞങ്ങള് എടാ ഈ റൂട്ടിൽ നമ്മൾ ബസ്സും നാളെ തൊട്ട് മറ്റേ ഫോണിലെല്ലാം 1 മണി. ഈ പുള്ളി മറ്റേ നേഴ്സറിയിൽ അമ്മമാര് കൊണ്ട് വിട്ടാക്കുന്ന പോലെ പോവാം. ഇത് തന്നെ പുള്ളി റെക്കോർഡ് ചെയ്ത് വെച്ചേക്കോ. അമ്മേനെ കാണണം. പോസ്റ്റ് ഉണ്ട്, എഴുതി കൊടുക്കാതെ വേണം പോവാൻ വേണ്ടി. നമ്മളെ ലോകത്ത് എവിടെയൊക്കെ എഴുതിക്കാവോ അവിടെയൊക്കെ എഴുതിച്ചിട്ടാണ് കൊണ്ടുപോയത്. ഈ കാറാകുമ്പോ സിമ്പിൾ ആണ്, എവിടെയും എന്തും എഴുതാതെയും പറയാതെയും നമുക്ക് എവിടെ വേണമെങ്കിൽ കേറിയും പോവാം. അതെ, നമ്മൾ ബസ്സിനും ഇതിനൊക്കെ വരുമ്പോഴാണ് പരിപാടി. ആര്? പോലീസുകാര്, അല്ലാതെ ആര്? ഗൈസ്, ഇവിടുത്തെ രീതിയെ വ്യത്യാസം കേട്ടോ. നമ്മൾ ഇത് പാടറിനുള്ള വഴിയാന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. ഞാനേ പാടറിന് ലൊക്കേഷൻ ഇട്ട് ഇതിലല്ല വീഴുന്നേ, അപ്പുറത്തൂടെ വീഴുന്നേ. അതായത് 240 കിലോമീറ്റർ കറങ്ങിയിട്ടല്ലേ, അത് നല്ല റോഡും ഇത് ചീത്ത റോഡും. ഇതിപ്പോ നോക്കണ്ട, അങ്ങോട്ട് ചെല്ലാൻ നേരത്തെ റോഡേ ഉണ്ടാവൂല. ഗൈസ് നോക്കും, നമ്മളൊരു പെട്രോൾ പമ്പിൽ എത്തി എണ്ണ അടിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എണ്ണയും കിണ്ണയൊന്നും കിട്ടാൻ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടുന്ന് എണ്ണ അടിച്ചാൽ എന്നാ തത്തമ്മ ഇരിക്കുന്ന ആലോചിക്കുന്നത് മൈലേജ് ഉള്ള വണ്ടിയല്ലേ. നമ്മൾ ബസ്സിനൊക്കെ പോകുമ്പോൾ 4 5 കണ്ണാസിൽ നമ്മൾ നിറച്ചോണ്ട് പോകും. സത്യം, അങ്ങനെ നോക്കാൻ കാർ എന്ത് സുഖം. വെറുതെ അല്ല, അന്ന് വണ്ടി കയറിയപ്പോ പറഞ്ഞ കണ്ണാസ് മേടിച്ച എണ്ണ നിറയ്ക്കണമെന്ന്. അതെ, അതിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? കണ്ണാസും കടലാസും കൂടെ ഗൈസ്, ഞാൻ എണ്ണ അടിക്കട്ടെ കേട്ടോ. ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ല വേറെ വകുപ്പൊന്നുമില്ല. ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പറയാം. ഇവിടെ നമ്മുടെ ഹിന്ദി ഇതല്ലാതെ ഇവരുടെ ലോക്കൽ ഭാഷയായ ഉറുദു ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ മലയാളം പോലെ ഇവരുടെ ഭാഷ. നീ എന്നെ അനുഗ്രഹം കൊടുത്താണോ? അല്ല, അവിടെ നമ്മുടെ കൂട്ടുകാരല്ലേ. അതെ, അവിടെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ ഭാഷ നമ്മൾ പഠിക്കണം. അതെ, ഇവിടെ ഉറുദു ആണ് സംസാരിക്കുന്നത്. അതെ ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ ചെറുക്കനെ കൊണ്ട് നേരെ പോവാം. ഇതൊരു അണ്ടാവാണ്, പക്ഷെ കുറച്ചേ കുടിക്കൂ, കൂടുതൽ കുടിക്കില്ല. മറ്റേതിനെ അപേക്ഷിച്ച് നല്ല മൈലേജാ. ഒരു ഫുൾ ടാങ്ക് അടിച്ചു, ഹാഫ് ടാങ്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഫുൾ ടാങ്ക് അടിച്ചു. ഇപ്പോഴും 3/4 ടാങ്കിന് മേളിലുണ്ട്. എന്തോ ഓടി നമ്മൾ ന്യായമായിട്ട് ഓടി. എന്റെ എബിനെ വാക്കുള്ള വണ്ടി നമ്മൾ ഇതിലെ വരുവാണെങ്കിൽ ഡീസൽ കത്തി മൈലേജ് കിട്ടും. പിന്നെ ഇത് അങ്ങനെ ഒന്നും കാണിക്കുന്നില്ലല്ലോ. ഡീസൽ പെട്രോൾ നോക്കൂ. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ വണ്ടിക്ക് എണ്ണ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് അവര് വെച്ച് തന്നല്ലേ? അല്ല, നിങ്ങൾക്ക് പിടിക്കുന്നല്ലേ ഉള്ളൂ. പിടിക്കാനല്ലേലും പണ്ട് മുതലേ പിടിക്കാനല്ലേലും പണ്ട് മുതലേ നിങ്ങൾ മിടുക്കന. ഗൈസ്, ഇങ്ങോട്ട് നോക്കിയേ. ഇവിടുന്ന് ഈ കാണുന്ന റാസ്തയിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ആ റാസ്തയാണ് പാടർ റാസ്ത. അവനോടൊന്ന് ചോദിക്കണം കേട്ടോ, നമ്മൾ ഏരിയ പോകുന്നതെന്നുള്ളത്. 1000 രൂപയ്ക്ക് ഫുൾ ടാങ്ക്. 1000 രൂപയ്ക്കോ? വാട്ട് ഈസ് ദിസ്? ഇന്നലെ നമ്മൾ എവിടെ നിന്ന് അടിച്ച എണ്ണയാ? അടിച്ച ഇത് പമ്പലാവും കേട്ടോ ഇങ്ങനത്തെ ട്രിപ്പ്. ചിന്തിച്ചോണ്ടിരിക്കണോ? കില്ലർ. പുള്ളിയോട് ചോദിച്ചു, നേരെ പോകുന്നു പാടറ, പിന്നെ കില്ലർ കേട്ടോ. അതെ, ശരിയാണ് ജിജിന്റെ അർത്ഥം. അണ്ടി പോടോ, എണീറ്റ് പോ. രാവിലെ തന്നെ നെഗറ്റീവ്. പ്രത്യേക വണ്ടി ഉണ്ടോ? വേണേ കണ്ടു പോയിട്ട്. അങ്ങോട്ട് കാണിച്ച തൊള വീഴും. വേണ്ട. 113.50. അയ്യോ, നോ ഇന്റർനെറ്റ്. തുമ്പി പറഞ്ഞു വണ്ടീനെ കുറിച്ച് പറയാൻ. ഇതൊരു വണ്ടിയാണ്, തുമ്പിനെ പോലെ. ഇതിന് 4 ചക്രമുണ്ട്, ഇനി പിടിക്കാൻ സ്റ്റിയറിംഗ് ഉണ്ട്, ഗിയർ ഉണ്ട്. ഇനി എന്നാ പറയണ്ടേ? 1300 1350. ഇതെന്നാ ഒളിച്ച സാറ്റ് കളിയാ? പുള്ളിക്കാരൻ 3 വട്ടം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇതിനോടൊക്കെ ഭയങ്കര ക്രൈസാടാ. നിങ്ങൾ കേട്ടിട്ടില്ലേ, അവസരം കിട്ടിക്കഴിഞ്ഞാൽ
പിന്നെ കാല് വരുന്നു പറഞ്ഞാൽ കേട്ടോ ഡ്രൈവർ സീറ്റിന് വേണ്ടി ഇവിടെ അടിയാ. വേണ്ട ആണോ? നിങ്ങൾക്ക് അധികാരം വേണ്ട. അങ്ങനെ പറഞ്ഞ ഞാൻ നിങ്ങൾ ഓടിക്കാൻ സമ്മതിക്കില്ല. അങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക അങ്ങനെ ഓടിക്കുക, അത് ചെയ് ഇത് ചെയ് എന്നിങ്ങനെ പറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കും. മാനസികമായിട്ട് ഞാൻ നശിപ്പിക്കും. തുമ്പ് തീർന്നു. ഇപ്പൊ എങ്ങനെ വന്നു? ഇപ്പൊ എങ്ങനെ ഇത് വന്നേ? നമ്മൾ പാടർന്ന് കില്ലക്രിസ്തുവാറിന് പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഹൈ എന്താ പറയുക മൗണ്ടനിലൊക്കെ ഇരിക്കുന്ന പോലത്തെ വീടുകളാണ്. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം കുറേ ബസ്സുകൾ കിടക്കുമ്പോഴാണല്ലോ അത് സ്റ്റാൻഡായി മാറിയത്, ബസ് സ്റ്റാൻഡായി മാറുന്നത് അല്ലല്ലോ, ഇത് വർക്ക്ഷോപ്പാണല്ലോ. ഓ സോറി ഗൈസ്. നമുക്ക് ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു 100 സംതിങ് കിലോമീറ്റർ ഉള്ളൂ ഈ പറഞ്ഞ നമ്മുടെ ലൊക്കേഷനിലേക്ക്. നമ്മൾ 2-3 സ്ഥലത്ത് പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. സൈഡ് നോക്കിയാൽ സൈഡ് ഫുള്ള് നല്ല കിളിക്കുഞ്ഞു വീടുകളാണ്. ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞല്ലോ, അതായത് നമ്മളിവിടെ വരാൻ നേരത്ത് ഇങ്ങനത്തെ ഒരു വീട് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. ഇവിടെയുള്ളവർ ചിന്തിക്കും എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി, ഇവിടെ നിന്ന് താഴോട്ട് പോയാൽ മതിയെന്ന്. ഇപ്പോഴും വന്നപ്പോഴും ഏകദേശം റോഡൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ, വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. അന്ന് ബസ്സിന് ഒരിക്കലും ഉണ്ടല്ലോ, ഒരിക്കലും നമ്മൾ ബസ് കൊണ്ട് നമ്മുടെ SS നെപ്പോളിയൻ കൊണ്ട് വന്ന ആ ഫീല് ഒരിക്കലും കിട്ടത്തില്ല. കാരണം ഈ വണ്ടി എന്ന് വെച്ചാൽ എല്ലാ ഫെസിലിറ്റി ഉള്ള വണ്ടിയാണ്. മറ്റേ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫെസിലിറ്റി ഒന്നുമില്ല, സാക്രിഫൈസിങ് കൂടുതലായിരിക്കും അതിന്. അപ്പോൾ അതെപ്പോഴും ഒരു ത്രില്ലിംഗ് ആയിരിക്കും. ഇതങ്ങനെയല്ല, ഇതിനങ്ങനെ സാക്രിഫൈസ് ഒന്നും ചെയ്യേണ്ട. ഇതൊരു ലക്ഷറി പ്രീമിയം വണ്ടിയാണ്, ആ രീതിയാണ് ഇതിന്. പക്ഷേ മൈലേജ് ഉണ്ട് കേട്ടോ, ഞാൻ വിചാരിച്ച പോലെയല്ല. ഈ സമയത്ത് അക്കോർഡിങ്ങോ വല്ല ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ, വല്ല ബജാജ് ഫിനാൻസിൽ നിന്ന് എണ്ണ അടിക്കാൻ വേണ്ടി ഫൈനാൻസ് എടുക്കേണ്ടി വന്നു തന്നെ അല്ലേ? അവരിനി അതിനൂടെ മാത്രമേ പൈസ എണ്ണ അടിക്കാൻ പൈസ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ബജാജിന് ഇപ്പം ഫിനാൻസ്. തുമ്പി ഇതിലൊരു ഇച്ചിരി കൂടെ കുറവുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അക്കോഡ് അങ്ങനെയല്ല. ബസ് ആകുമ്പോൾ നിങ്ങൾക്ക് കാഴ്ചകളൊന്നും അധികം വലിയതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് നോക്കണം, പഞ്ചർ കട നോക്കണം, പിന്നെ നിങ്ങളുടെ കൊച്ചണ്ടി നോക്കണം. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്നലെ ആരെ വിളിച്ചിട്ട് പറയാ, അവന്മാര് പറയുന്നതിന് നിങ്ങൾ തിരിച്ചടിക്കണം, അത് സൂപ്പറായിരുന്നു. അപ്പം മുതൽ തുമ്പിക്കൊരു ഇളക്കമുണ്ട് കേട്ടോ. തുമ്പി അടിച്ച് ഇരുത്തിക്കളയും കേട്ടോ, ഞാൻ ഇവനും കൂടെ കൂടി പൊങ്ങാത്ത രീതിയിൽ. ഇത് നോക്കിയേ, അങ്ങോട്ടൊക്കെ നോക്കിയാൽ ഫുള്ള് മഞ്ഞുമലയൊക്കെ ആയിട്ടോ. ആയില്ല, നമ്മൾ എത്തുന്നേ ഉള്ളൂ. കണ്ടോ ഓരോ സൈഡിൽ നോക്കി എങ്ങനെ ഇരിക്കുന്നതെന്ന്, എന്ത് രസമാന്ന് നോക്കിയേ. താഴ്വരാന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിന്റെ സ്വഭാവം ഇപ്പൊ അങ്ങ് മാറും കേട്ടോ. ഈ സ്വഭാവം ആയിരിക്കൂല കുറച്ച് കഴിഞ്ഞ് കാണാൻ പോകുന്നു. അല്ലേടാ റോഡെന്ന് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവില്ല, ഒരു പാറക്കൂട്ടം. ഇപ്പൊ ഇരിക്കുന്ന തുമ്പിയൊക്കെ ഇവിടെ ഇരുന്ന് ഇപ്പം മറ്റേ എന്താ പറയാ കിളി വാറാൻ വേണ്ടി തുടങ്ങുന്നുള്ളൂ കേട്ടോ. ബങ്കി ജമ്പ് ചാടണം. ഞങ്ങൾ പറഞ്ഞു ബങ്കി ജമ്പ് ചാടണ്ട, അതിലും വലിയ അതിനാകുമ്പോ 30,000 രൂപ കൊടുക്കണം. ഇതാകുമ്പോ ഞാൻ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഫ്രണ്ടിലേക്ക് നോക്കിയല്ലോ ഇവനെ. ഇത് കണ്ടോ, ഇതിപ്പോ സ്റ്റാൻഡേർഡ് ആയിട്ട് കെട്ടി ഇങ്ങനെ ലെവലാക്കി നിർത്തിയാക്കുന്ന കിടില സ്ഥലം. പക്ഷെ കുറച്ച് ഫ്രണ്ടിലേക്ക് എല്ലാം നേരത്താണ് ഈ കിടിലിനൊക്കെ അങ്ങ് മാറും. അല്ലേടാ ലിബിനെ? 3 കൊല്ലം മുന്നേ നമ്മൾ വരാൻ നേരത്തെ ഇവിടെ റോഡ് ശരി. നീ അങ്ങോട്ട് നോക്കിയ റോഡ്, ആ സൈഡിലേക്ക് നോക്കിയേ, അങ്ങ് അറ്റത്തോട്ട് പോകുന്ന റോഡ് നോക്കിയാൽ നേരത്തെ റോഡെന്ന് പറഞ്ഞ സാധനം ഇല്ല. ഏറ്റവും കൂടുതൽ ഈ റോഡിന് പ്രത്യേകിച്ച് കൈവരിയില്ല. അതെ, അതാണ് ഈ റോഡിന്റെ ഇവിടെ തന്നെ ലിവിനെ പിടിച്ചോണ്ട് പോയിട്ടുള്ള കേട്ടോ. അല്ല ലിവിനെ ഇല്ല, അല്ല, അത് സംസ്കാർ വാലി 2 ലൈൻ. അത് ലോകത്തിലെ ഏറ്റവും വലിയ ഡേഞ്ചർ ഡെത്ത് ലൈൻ. ഇത് സെക്കൻഡ് ഡെത്ത് ലൈൻ. UP മധ്യപ്രദേശിൽ നിന്ന് വന്ന ആൾക്കാർ ഈ BRAക്ക് വേണ്ടി പണിയെടുക്കുന്നവർ താമസിക്കുന്ന വീടുകൾ കേട്ടോ. കണ്ണു നോക്കിയേ, എടാ മേലേക്ക് നോക്കിയടാ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ പണി. അത് മനസ്സിലായി, ഹെട്ടിന്റെ പണിയാന്നുള്ളത് മനസ്സിലായി. ഞാൻ അതല്ല, അതിന്റെ മേലേക്ക് പൊട്ടിച്ചാക്കുന്നു നോക്കിയാ. നീ അങ്ങ് മേലേക്ക് നോക്ക്, എന്ത് നല്ല ഡ്രൈവർമാർ നിർത്തി തന്നിരിക്കുന്നു. നമ്മൾ തല ഇങ്ങനെ താത്തി കാണിക്കണം കേട്ടോ, അവരെ ബഹുമാന സൂചകമായിട്ട്. അല്ലടാ, അതെ, അത് ഇവിടുത്തെ ഒരു കൾച്ചർ കേട്ടോ. കൈയല്ല കൊടുക്കണ്ട, തല നമുക്ക് കുനിച്ചു കൊടുക്കുക. വേറൊന്നും പൊക്കി കാണിച്ചാക്കല്ലേ. പിന്നെ ആ ടീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് എണീറ്റ് വരാൻ ഭയങ്കര പാട്. നോക്കിയാൽ ഒരു പ്രത്യേക ഫീലിംഗ് തോന്നില്ല ഈ സൈഡ് കണ്ടിട്ട്. ഞങ്ങളെ പിടിച്ചു കേട്ടോ, പണ്ട് പിടിച്ച അതേ സ്ഥലത്ത് തന്നെ പിടിച്ചു. പക്ഷേ വളരെ ഡീസന്റ് ആൾക്കാർ. പക്ഷെ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. പണ്ട് ഇവിടെ എന്തോ പ്രശ്നമുള്ളതായിരുന്നുകൊണ്ട് എല്ലാവരോടും ഭയങ്കര റഷായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ഡീസൻ്റ് ആയിട്ട് പെരുമാറി. പിന്നെ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞു, വണ്ടി നമ്പറൊക്കെ കണ്ടു കഴിഞ്ഞപ്പം മേടിച്ചു, അവർക്കും വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ സംഭവം മനസ്സിലായോ? ആ കാര്യത്തിൽ പുള്ളിക്കാരന്റെ നമ്പർ മേടിച്ചു, ആ കാര്യത്തിൽ നമ്മുടെ ആധാർ കാർഡ് മേടിച്ചു. അപ്പൊ എല്ലാ കാര്യവും അവർ നൈസായിട്ട് മനസ്സിലാക്കി. നമ്മുടെ നാട്ടിലെ പോലീസുകാർ അങ്ങോട്ട് പോടാ ഇങ്ങോട്ട്, അതല്ല, നൈസായിട്ടെല്ലാം മേടിച്ച് എല്ലാം സെറ്റ് ചെയ്തു. ഗൈസ് എന്തായാലും റഷ്യയിലൊക്കെ ചെന്നിട്ടുണ്ടല്ലേ ഇതേപോലെ ആർമിക്കാർ ചോദ്യം ചെയ്യുക. ആധാർ കാർഡ് കൊടുത്തില്ലേ, ആധാർ കാർഡിനകത്ത് മൊബൈൽ നമ്പർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഫോണിൽ അടിച്ചു നോക്കി. ഇവർക്ക് എന്തോ വേറെ സിസ്റ്റം ഉണ്ട് കേട്ടോ ഇപ്പം. ഈ KYC എന്ന് പറഞ്ഞില്ലേ, അത് ഇതിനു വേണ്ടിയാ. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഒരു നമ്പർ അടിച്ചോട്ട് കിട്ടും. ആ നമ്പർ റീകൺഫേം ചെയ്യണം. അല്ലെങ്കിൽ ചാത്തനെന്ന് വിചാരിക്കും അല്ലേ. ഫോണില് അവർക്ക് ആ നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് വരും. ആ നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ടാ കൺഫേം ആയത്. ആദ്യം ഞാൻ പറഞ്ഞത് എന്റെ പേഴ്സണൽ നമ്പർ പറഞ്ഞു കൊടുത്തു.
സമ്മതിച്ചില്ല. ഇതല്ല നമ്പർ എന്ന് പറഞ്ഞു. ലാസ്റ്റ് 4 ഡിജിറ്റ് പറയാൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ 2 നമ്പർ ആലോചിച്ചിട്ടാ പറഞ്ഞു. ഇതേപോലെയുള്ള ആട്ടും കൂട്ടങ്ങൾ ഇഷ്ടം പോലെ കാണാട്ടെ. ഇത് ചെറുത്, ഇതെല്ലാം ചിന്ന ചിന്ന സെറ്റപ്പ് ഇതാ. ആനാ അപ്പടി അന്ത ദൂരം ചെല്ലാൻ നേരത്ത് ഇതൊക്കെ പെരിയ കിടക്കൂല്ലേ ലിബി? പിന്നെ അങ്ങോട്ട് പോകുന്നത് ഇനി റോഡ് ഉണ്ടാവൂല. അതാണ് ഇനി നമ്മുടെ ഹൈലൈറ്റ്. മനസ്സിലായോ? റോഡ് ഉണ്ടാക്കി പോണം. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ രാമേട്ട പ്രശ്നം? റോഡില്ല, അത്രേ ഉള്ളൂ കേട്ടോ. തുടങ്ങി നമുക്ക് പോകാനുള്ള റോഡ് തീർന്നിരിക്കണു. ഇനിയിപ്പോ ഇടിഞ്ഞു പോയതും പിന്നെ പൊളിഞ്ഞു നോക്കി, അതായത് ചെമ്മാൻ, ചെരുപ്പ് കുത്തി, വക്ക് പൊട്ടി, ഇതൊക്കെ ഇനി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്തോട് കഴുതനെ നോക്കണേ, പാവം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിയാണ് കഴുത. അതിനാ എല്ലാരും പട്ടീനെ പോലെ പണി എടുപ്പിച്ച് അതിനെ കഴുതെന്ന് വിളിക്കൂലേ? മനുഷ്യന്റെ ഒരു അവസ്ഥ പോലെ. ഈ സൈഡിലേക്ക് നോക്കിയാൽ തീ ഇട്ടിട്ടേ തീ കായുന്ന കണ്ടോടാ, കണ്ടോ? അത്രയും തണുപ്പാ പുറത്ത് കേട്ടോ. നമുക്കത് ഫീൽ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എന്നാ തോന്നിയാസം കാണിച്ചാൽ അവൻ ഇച്ചിരി ഒതുക്കി നിർത്തിക്കൂടെ? അല്ല പിന്നെ നേരത്തെ വണ്ടി വന്നിട്ട് പെട്ടെന്ന് വന്ന് പണിക്കാരുടെ അടുത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി അങ്ങനെ വണ്ടി വെച്ചാക്കുന്നത്. ഇങ്ങനെ നടുക്കോ? അങ്ങനെ നടുക്കുക. ഈ സ്ഥലം എനിക്ക് നല്ല പരിചയമുണ്ട് കേട്ടോ. ഇവിടുന്നാണ് നമ്മൾ ആർമിക്കാർ പൊക്കിക്കൊണ്ട് പോയത്, ഓർമ്മയുണ്ടോ? ചോറ് വെച്ചിട്ട്. അയ്യോ, ഒന്ന് ആലോചിക്കാൻ വയ്യ കേട്ടോ അതൊന്നും. ശരിയാ. ഇവിടെ നിന്നൊക്കെ മേലേക്ക് വീടുണ്ട് കേട്ടോ തുമ്പി. അതാണ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, കുഞ്ഞു പിള്ളേരും അവർ അപ്പനൊക്കെയാണ് നിൽക്കുന്നത്. ഉരുള് പൊട്ടിയതാലേ പിന്നെ മൊത്തം പോയല്ലേ? ഉരുള് പൊട്ടി മൊത്തം നശിച്ചു പോയതായി കാണുന്നത്. അന്ന് ഇവിടെ ഉരുള് പൊട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നാണ് വെള്ളം എടുത്തേ, ഓർമ്മയുണ്ടോ? ശരിയാ. ഇവിടെ നമ്മൾ അലക്കിയിട്ടുണ്ട് അല്ലേ? ഇവിടെ നമ്മൾ തുണി അലക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എല്ലാവർക്കും അറിയാം. അതെ, ഇവിടെ നെപ്പോളിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ട് ശരിക്കും വേറെ കുറച്ച് കേട്ടോ, ഓർമ്മയുണ്ടോ? അത് ഈ സൈഡാണോ? അത് ഈ സൈഡ് തന്നെ. ശരിയാ. അങ്ങോട്ട് നോക്കിയേ. അതിൽ നേരത്തെ പോലെ വെള്ളം വരുന്ന വഴി കേട്ടോ. അവന് സമ്മതിക്കണം, പുണ്ടച്ചിമാൻ. അവൻ അതിലേ പോയി കൂടായിരുന്നോ? എന്തിലാട്ടെ ഗൈസ്, നമുക്ക് നേരെ ഈ വഴിയെ പോവാം. ഇതൊന്നും ഒന്നുമല്ല കേട്ടോ, ഇതൊക്കെ ചിന്ന സെറ്റപ്പ് ഇതാ. തൊട്ടപ്പുറം എല്ലാം നേരത്ത് മനസ്സിലാവും ഇത് എന്നാന്നുള്ളത്, അല്ലേ ലിബിനെ? അതെ, അതായത് ഇപ്പൊ ആണേല് റോഡില്ല. അതായത് മണ്ണ് ഇടിഞ്ഞിട്ട് ചിലപ്പം നമുക്ക് ഇച്ചിരി മുന്നിലോട്ട് പോകുന്ന നേരത്ത് നമുക്ക് ഒത്തിരി കാണാൻ വേണ്ടി പറ്റും, അല്ലേ? നമ്മൾ ഈ പാടർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുമ്പോൾ തന്നെ ഇതേപോലെയുള്ള കുറേ ദ്വീപുകൾ എന്ന് നിങ്ങൾ വിചാരിക്കും, തെറ്റിപ്പോയി. വില്ലേജുകൾ കടന്നാണ് നമ്മൾ നേരെ ഈ പാടറിന് പോകുന്നത്. ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ അഹങ്കാരത്തിലെങ്ങാനും നമ്മൾ വണ്ടി ഓടിച്ചാൽ മൂക്കും കുത്തി താഴെ കിടക്കും. അതായത് ഇവിടെ ഗൂഗിൾ മാപ്പ് ചില സ്ഥലങ്ങളിൽ വർക്ക് ആവില്ല. ഈ റൂട്ട് ഗൂഗിൾ മാപ്പ് കാണിക്കൂല, മീൻസ് വരയുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 350 കിലോമീറ്റർ ഓടണം. ശരിക്കും നമുക്ക് ഇവിടുന്ന് കിസ്ത്വാറിയിൽ നിന്ന് 120 കിലോമീറ്റർ ഉള്ളൂ എങ്ങോട്ട്? കില്ലറിന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശ് എത്തി. നോക്കൂ, അങ്ങോട്ടൊക്കെ നോക്കൂ തുമ്പി. വെറുതെ ഇരിക്കണ്ട, എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ തുമ്പിക്ക്. കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം കണ്ട് എല്ലാ കാഴ്ചകളും കണ്ടപ്പോൾ ഇതാണ് ഇവിടുത്തെ ബസ്, ടൂറിസ്റ്റ് ബസ് എന്ന് പറയുന്ന സാധനം, അല്ലെ ലൈൻ ബസ് എന്ന് പറയുന്ന സാധനം ഇതാണ്. ടാറ്റയുടെ വണ്ടി ഓടുള്ളൂ, ടാറ്റ ഓടത്തുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പൊ ഈ പാടറിനോട് ചേർന്നുള്ള ഏറ്റവും വലിയ ടൗണിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇതിലും വലുതാണ് പാടർ ടൗൺ എന്ന് പറയുന്നത്. ഈ കാണുന്ന കൊച്ചു വഴിയിൽ കൂടെയൊക്കെയാണ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകേണ്ടത്. ഇത് നമ്മളൊന്നുമല്ല ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഇഷ്ടം പോലെ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. ഇതാണ് കഴുത. ഇതിൻ്റെ മുകളിലേറിയാണ് സാധനങ്ങൾ ഇവർ കുന്നിന്മകളിലേക്കുള്ള വീടുകളിലേക്ക് കൊണ്ടുവന്ന സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കഴുതയുടെ കാര്യമുണ്ട്, ഇതുണ്ട്, ആലോചിക്കുന്നുണ്ടോ? അവരിപ്പം കയറ്റുന്നതിനെ കുറിച്ച് ഒന്നും സങ്കടപ്പെടൂല. അതെ, ഒരു 8 മണിക്കൂറായി എന്റെ പുറത്ത് എന്തിനു കയറ്റിന്ന് ഓർത്തത് കരഞ്ഞോണ്ടിരിക്കുന്നത്. ആ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അതാണ് ഈ ടൗണിൽ കൂടി ഓടി കിടക്കുന്നത് കരഞ്ഞോണ്ട്. നമ്മൾ പോകുന്ന വഴി കണ്ടോ നിങ്ങൾ? നല്ല ഡീപ്പ് കർവുകളാട്ടോ. ഞാൻ ഇപ്പോഴും പറയാണ്, തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞറിയാം കേട്ടോ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത്. അതായത് പുറത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് കേട്ടോ, അല്ലേടാ ലിബിനെ? തണുപ്പോ? ഐസ് കൊട്ട പോലെ വിറയ്ക്കുവാ. എന്നത് നിന്റെ കിടുങ്ങാമണിയാ? തണുപ്പാ അതിനെ പുറത്ത്. കെർവ് നോക്കിയാ നിങ്ങൾ, കെർവ് എന്റെ പൊന്നെ നോക്കി. അതാണ് നമ്മൾ കയറാൻ വേണ്ടി പോവാണ് കല്ലിന്റെ ഇടയ്ക്കൂടെ അവനെ. യെസ്, നമ്മളങ്ങനെ പണി തുടങ്ങി. ആ പാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ള് ഹൈ റിസ്ക് പാസുകളാണ് കയറാൻ വേണ്ടി പോകുന്നത്. എടാ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ പാലം ഉണ്ടായിരുന്നു തോന്നുന്നു. ഫിനിഷിംഗ് അല്ലായിരുന്നു. ഇപ്പൊ ഫിനിഷ് ആയി മൊത്തം. ഇപ്പൊ ഇത് ഇത്ര ഫിനിഷിംഗ് ആയി. ഇത് മൊത്തത്തിൽ ഓപ്പൺ ആയിട്ടോ. BROയുടെ 118 RCC സംഭവം കേട്ടോ. അതെന്നാന്ന് എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാം. അറിയില്ല. തൊട്ടപ്പുറത്തായിരുന്നു പാലം. നോക്കി ആ നീല കണ്ടോ? ആ നീലയായിരുന്നു പാലം. ഇതിപ്പം ഇതന്ന് പണി നടക്കുമായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊച്ചു കുട്ടിയായിരുന്നു. അതെ, ശരിയായിരുന്നു. അന്ന് ഞാൻ 3 വയസ്സ് കുറവായിരുന്നു അല്ലേ? 3 കൊല്ലം മുന്നേ അല്ല വന്നേ. ഇതിനൊന്നും ഇപ്പം കയറ്റി കൊടുത്തില്ല കേട്ടോ. ഇതെല്ലാം സിമെന്റ് കൊണ്ട് ഇവിടെയൊക്കെ എന്തൊക്കെയോ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം രാത്രി എടുത്തത്. ഇതെല്ലാം പഞ്ചാബ്, ഹരിയാന ആ റൂട്ടുകളിൽ നിന്ന് വന്ന വണ്ടികളാണ്.
ഇത് മൊത്തം സിമെൻ്റ് ആട്ടെ, നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതെല്ലാം ഇവിടെ കൺസ്ട്രക്ഷൻ്റെ ആവശ്യമായിട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നതാണ്. അങ്ങോട്ട് നോക്കി, അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. ആ സൈഡിലൊക്കെ അവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുക കേട്ടോ. അതാണ് സംഭവം. ഫുള്ള് പൊടിയായി. എന്താ പതിയെ കയറുന്നതെന്നറിയാവോ? ആ പൊടി തിന്നണ്ടല്ലോ എന്നോർത്താ അവര്. നമുക്ക് പോവാം. നമുക്ക് എന്നാ നൈസായിട്ട് കയറാട്ടോ. പുള്ളി അങ്ങനെ ഇച്ചിരി വെയിറ്റ് ഒക്കെ ചെയ്ത് വന്നോട്ടെ. നമുക്ക് ഇച്ചിരി നേരത്തെ കയറി. അവർ കമ്പനിയുടെ പണിക്കാരാ. അവർക്ക് എങ്ങനെ 6 മണി ആവണമെന്ന് ഓർത്ത് അവർ ഇരിക്കുക. നമുക്ക് പോവാം. നമുക്ക് നേരത്തെ പോകണ്ടേ? ഇത് താഴെ കാണത്തില്ലല്ലോ. ഇല്ല, മേളത്തെ പോട്ടെ. മേളിന്ന് മണ്ണിടിച്ചോ. മേളിന്ന് മണ്ണിടിഞ്ഞു പോയതാ. പോട്ടെ. ഭയങ്കര മോശമായിട്ടോ റോഡ്. ഇതിൻ്റെയൊക്കെ ഒരു വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര എന്താ പറയാ, ഈ സൈഡ് ഒരു 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 കൈവിട്ട കളിയാട്ടോ. കാരണം ഈ മണ്ണിന് കട്ടിയില്ല. മഴ പെയ്താൽ തീർന്നു. അതെ, മഴ പെയ്തില്ലേ സൂപ്പറാണ്. ഇത് വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഒരുമാതിരി ഒരു ഗതിയും പരഗതി ഇല്ലാത്ത വഴിയായിപ്പോയി. പിന്നെ മൊത്തം കച്ചറ റോഡ് എന്ന് വെച്ചാൽ മൊത്തം കച്ചറ റോഡാണ്. ഇനിയിപ്പം പോകുന്ന പാലം നോക്കിയേ, അതും അതേപോലെ തന്നെ. ഇത് ഫ്രണ്ടിന് നീളമുള്ളതുകൊണ്ടേ നമ്മൾ ഈ ഫ്രണ്ടിന് നീളമില്ലാത്ത വണ്ടിയല്ലേ ഓടിച്ച് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയാണ് വ്യത്യാസം. അങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്. എൻ്റെ പൊന്നെ, എടാ ലിബിനെ ഇങ്ങോട്ട് നോക്കിയേ. എടാ ഇങ്ങ് വന്നേ. എൻ്റെ എടാ നീ അങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്ക്. എടോ എന്താ ലുക്ക്, അടിപൊളി. ഫുള്ള് ജനറേറ്റർ വെച്ച് അടിക്കുക കേട്ടോ. ഇവിടെ കരണ്ടും പറയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അമ്പോ നല്ല മനുഷ്യനായിരുന്നേ. നിർത്തി തന്നു. താങ്ക് യു. ഗൈസ് മേലോട്ട് നോക്കി, അത് പാറ പൊട്ടിക്കോ. വേഗം കയറിക്കോ. ഇവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ. ഗൈസ് ഇവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ, ഫൈൻ കിട്ടുവേ. ഭയങ്കര ഡേഞ്ചർ അവിടെ. അവിടെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഈ ചീള് വന്നടിച്ചു കഴിഞ്ഞാൽ നീ എൻഡവർ അല്ല ലാൻഡ് ക്രൂസറും കൊണ്ട് വന്നെന്ന് പറഞ്ഞാലും സാധാരണ കോംപ്ലൈറ്റ് ആയിക്കൊണ്ട് തിരിച്ചോണ്ട് പോവാം. അല്ലെങ്കിൽ പൊട്ടിക്കുമ്പോൾ തടയേണ്ടതാണല്ലോ. അല്ല, അത് ചെറിയ ചെറിയ ചീള വരുന്നത്, അല്ലെങ്കിൽ വിടത്തില്ല. നോക്കിയാൽ നമ്മൾ പോകുന്ന വഴികള് എന്തിനാ പിന്നെ വൈഫൈ ഓൺ ചെയ്ത് തരണം. അതിനാ 2 സെറ്റ് ഷോപ്പ് ഓർഡർ ചെയ്യും ഗൈസ്. അതായത് ഇവിടുന്ന് ഇനിയിപ്പോ അങ്ങോട്ട് തുടങ്ങും. ഇതിപ്പോ എന്തോ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നോണ്ട് ഇത്ര ഇത് കിട്ടിയതാ, അല്ലെ ഇത് കിട്ടത്തില്ല കേട്ടോ. പാലം വലുതാക്കുക. മലയാളം അറിയത്തില്ലല്ലേ കുട്ടിക്ക്? അതല്ലേ പാലം വലുതാക്കുക. ഇംഗ്ലീഷുകാരായിട്ടുള്ള തർജ്ജമയിൽ പുള്ളി മലയാളമൊക്കെ മറന്നുപോയി. ബംബ്ലിക്കുട്ടി നിങ്ങളെ കാണാൻ നല്ല ബംബ്ലിയാണല്ലോ എന്ന്. അപൂർവ കാഴ്ച നിങ്ങൾ കാണുന്നത്. AMW ഇതാ ചലിക്കുന്നു. ഇത് വളരെ മൈന്യൂട്ടായ സ്ഥലങ്ങളിൽ ഈ വണ്ടി ഉള്ളു കേട്ടോ. അപൂർവങ്ങൾ അപൂർവം. ഞങ്ങളുടെ നാട്ടിൽ സമ്പത്ത് ക്രഷർ എന്ന് പറഞ്ഞ ക്രഷറുകാർക്കുണ്ടായിരുന്നു ഈ സാധനം 5-6 എണ്ണം. പക്ഷെ സാധനം ലാസ്റ്റ് ഒന്നും ഇല്ലാതായി പോയി കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടാറ്റയുടെ എന്തെങ്കിലുമൊക്കെ മെഷീനിന്റെ സാധനങ്ങളൊക്കെ ആയിരിക്കും അതിന്റെ അകത്ത് ഉണ്ടാവും. നീ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ നമ്മളങ്ങനെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പാടറിലേക്ക് കയറാൻ വേണ്ടി അത്യാവശ്യം നമുക്കങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള റോഡുകൾ കിട്ടിത്തുടങ്ങി. ഇതല്ല പാടർ, ഇതല്ല കില്ലർ കിസ്ത്വാർ. ഇതിന്റെ 10 ഇരട്ടി വലുതാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. തുടക്കം മാത്രം. അതെ, നമ്മളിങ്ങനെ പറയുന്നത് നമ്മൾ ഓൾറെഡി പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. അല്ല ഞങ്ങളിങ്ങനെ പറയത്തില്ല. ഈ പാടർ വരെ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ പാടറിൽ നിന്ന് കില്ലർ പോകുമ്പോഴാണ് മണിക്കൂട്ടി കൂട്ടിയിടിക്കുകയും ചെയ്യും, ടിങ് ടിങ് സൗണ്ടും കേൾക്കും അല്ലേ തുമ്പി? ആ രീതിയിലുള്ള സ്ഥലങ്ങളാണ്. കണ്ടില്ലേ, ഓരോരോ സ്ഥലങ്ങൾ നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. ഒരു പതിയെ പോകത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പോകേണ്ട ഒരു സ്ഥലമാണ് കില്ലക്കിഷ്ടാള്. അല്ല, സംസ്കാര വാലിറ്റൂലേ. രണ്ടും സംസ്കാര വാലിറ്റൂലേയും നമുക്ക് പോകേണ്ട ഒരു സ്ഥലമാണ്. അതിന് ജീവിതത്തിൽ അഡ്വഞ്ചർ താല്പര്യമുള്ളവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്. അല്ലേ? ഞങ്ങൾ പറഞ്ഞോർത്ത് ആരും പോകണ്ട, സ്വന്തം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോവുക. അല്ലേ ഗൈസ്? നമ്മൾ പോകേണ്ട വഴികളാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പാറയുടെ സൈഡിൽ കൂടെ ആ എഡ്ജിൽ കൂടെ വേണം നമുക്ക് പോകാൻ. അവിടെ എന്തോ ഊമ്പൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കൊക്കയാ. ആ കൊക്കയുടെ ഇടയിൽ കൂടെ മരം തുറന്നിട്ടാണ് നമുക്ക് മല അത് തുറന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. ഈ കുത്തിക്കീറിയൊക്കെ കല്ലൊക്കെ കാണാൻ പറ്റും. ഇതല്ലേ തുടങ്ങിയവനെ പരിപാടി തുടങ്ങി കേട്ടോ. ഈ റോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചീള് നിറഞ്ഞ ഒരു സൈസ് പ്രത്യേകതരം കല്ലാട്ടോ. വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല. ഏത് നിമിഷവും ഈ എന്നാ പറയുക, അതായത് നമ്മൾ ഈ മറ്റേ വേപ്പറൊക്കെ മേടിക്കുന്നില്ല, അതിൻ്റെ അകത്ത് പൊട്ടിച്ചാടുന്ന പോലെ ഈ കല്ല് ചാടും. വളരെ മോശമെന്ന് വെച്ചാൽ വളരെ മോശമാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ തിരിയുമെന്ന് വിചാരിച്ചോ, ഈ ഫ്രണ്ടിലേക്ക് നോക്കാൻ നേരത്തും സെയിം സംഭവമാണ്. പക്ഷേ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ എടുത്ത്. അതായത് വളരെ കെയർഫുള്ളായിട്ട് ഇതിൽ ഓടിക്കാവുള്ളൂ. നമ്മൾ വലിയ കുണാണ്ട്ര എന്നൊക്കെ പറഞ്ഞ് ഇതിൽ ഓടിക്കരുത്. കാരണം ഏത് നിമിഷം എന്ത് സംഭവിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഈ റൂട്ടുകളൊക്കെ നമ്മൾ ഓടിച്ച് തീർക്കാൻ വേണ്ടി. അല്ല ഈ റൂട്ടുകളൊക്കെ വളരെ റിസ്ക് ആയിട്ട് മാറും കേട്ടോ. മിസ്റ്റർ ലിബിൻ ബേക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവനെ കേട്ടിട്ട് കേട്ടോ. എടുപ്പോ
ഗൈസ് തുമ്പി ഒന്ന് നൈസായിട്ട് ഫോട്ടോ എടുക്കാൻ പോയതാ കേട്ടോ. പെട്ടെന്ന് സ്ഥാനക്കയറ്റം കിട്ടി. സ്ഥലം പോയി. പുള്ളിയുടെ സ്ഥലം പോയിട്ടോ. ഫ്രണ്ടിലേക്ക് നോക്കിയാടാ ഇവനെ നീ. ഗൈസ് ഇതൊന്ന് പറഞ്ഞോണ്ടല്ലോ, ഇത് അന്നും ഇതിന്റെ 10 ഇരട്ടി ഉണ്ട്. ഇന്നിപ്പോ ഇത് കുറഞ്ഞു കേട്ടോ. ഈ സാധനം ഇങ്ങോട്ട് ഇവിടെ അടുപ്പിക്കല്ലേ. ആ സാധനമൊക്കെ വണ്ടിയുടെ മേലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എല്ലാം തീരുമാനമായി. കാരണം ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു 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 എന്താ പറയുക, ഒരു ടറൈൻ. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ആനയല്ല ചക്ക ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു കാര്യവും നടക്കൂല. ഇത് മൈന്യൂട്ട് എർത്തുണ്ടോ ഇവിടെയൊക്കെ? യെസ്. അങ്ങനെ വരാൻ നേരത്തെ ഇത് മൊത്തം പൊടിഞ്ഞ് താഴെ വീഴും. മൈന്യൂട്ട് ഉണ്ടാവും. അതെ അതെ, അത് നീ പറഞ്ഞ ഭയങ്കര കറക്റ്റ് ആട്ടോ. മൈന്യൂട്ട് ആയിട്ടുള്ള എർത്തി റോഡുകളുണ്ട് കേട്ടോ. UP നിന്നും മധ്യപ്രദേശിൽ നിന്നൊക്കെയുള്ള പാവങ്ങൾ കിടന്നിറങ്ങുന്ന സ്ഥലം കേട്ടോ. ഇത് സംസ്കാരവാലി ലേയിലൊക്കെ പോകാൻ നേരത്ത് ഇവിടെ ഈ BRIക്ക് പണിയുന്ന പാവങ്ങളൊക്കെ നോക്കിയേ ഇതിൻ്റെ അകത്തുണ്ടാവും. ആട്ടും കൂടെ ഒക്കെ അതെ അതെ അതെ, കിടക്കുന്ന ഒരു സ്ഥലത്ത്, ആട്ടുംകൂട് വേറെ സ്ഥലത്ത്. ചിലവർ ഇവിടുന്ന് പോവുകയില്ല, ചിലര് ഇവിടെ തന്നെ നിൽക്കും. അവസാനം കിട്ടുന്ന സ്ഥലമില്ലേ, അത് അവർ സ്വന്തവും. അതെ, അതാണ് ഒരു യാഥാർത്ഥ്യം കേട്ടോ. പഴയകാല വീടുകളാന്ന് തോന്നുന്നു കേട്ടോ. അല്ലേടാ ലിവിനെ? താമസമുണ്ട്, പഴയും പുതിയൊന്നും താമസമുണ്ട് അവിടെയൊക്കെ. അതിൻ്റെ അകത്ത് താമസമുണ്ടോ? നല്ല ആൾക്കാരൊക്കെ, ആടുണ്ട്, പട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. അത് എന്നാ ടൈപ്പ് വീടാടാ അത്? മലയുടെ ചെരുവിലുള്ള വീട്. ഓ ഭയങ്കര സെറ്റപ്പ് അല്ലേ? അവര് സമ്മതിക്കണം അല്ലേ? ഈ തണുപ്പത്ത് അല്ലെന്നാ വല്ല കല്ല വല്ല മേളി വന്നു വീണ് കഴിഞ്ഞാൽ തീർന്നില്ലേ? മണ്ണാന്ന് തോന്നുന്നു. ടോപ്പിൽ മണ്ണ് ടോപ്പിൽ മണ്ണല്ലേ? ടോപ്പിൽ മണ്ണ് കേട്ടോ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഹൈറ്റാന്ന് തോന്നുന്നു അന്ന് നമുക്ക് പണി പാളി ബസ്സിന്. ഇതാ നമ്മൾ പരമാവധി അപ്പുറം കൂട്ടി കട്ട് ചെയ്ത് അന്ന് ഇതിലെ പോകാൻ നേരത്തുണ്ടല്ലോ ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് പോയിട്ടോ. അന്ന് നമ്മൾ വരാൻ നേരത്ത് ഈ ബാരിക്കേഡ് ഒന്നുമില്ല. ഇന്ന് ബാരിക്കേഡൊക്കെ ഇഷ്ടം പോലെ ആയി വരുന്നു. നോക്കി ബാരിക്കേഡ് ആ കാണുന്ന പ്രൊട്ടക്ഷൻ അല്ലേ? പണ്ട് പ്രൊട്ടക്ഷനും ഞാൻ പറഞ്ഞില്ല. ഇനി ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇന്ത്യയാണ് ഇറങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ. അഡ്വഞ്ചർ ഉണ്ടാവില്ല. ഡെവലപ്ഡ് ആയിപ്പോയി. ഇനിയിപ്പോൾ നിങ്ങൾ ആ പഴയ ഒരു ഫീൽ ഒന്നും ജീവിതത്തിൽ കിട്ടത്തില്ല. നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞെന്ന് പറയാം. നോക്കിയാൽ പോകുന്ന വഴികൾ കണ്ടോ. അന്ന് നമ്മൾ കാശ്മീർ പോയാലും കന്യാകുമാരി പോയാലും ഡെവലപ്മെന്റ് ആയി ഇന്ത്യ. അതെ, വണ്ടി നമ്മൾ അങ്ങനെ ഇറക്കുവാണ്. നോക്കി ആട്ടുംകൂട്ടം പോകുന്ന നോക്കിയേ. ഇവിടെ ഇന്ന് കല്ല് വീണാലും തോന്നുന്നു കേട്ടോ. ഓ തദ്ദേശീയരായ ആൾക്കാരാ. നോക്കിയേ, അവരവരുടെ ഫാമിലി ആയിട്ട് ആടിനെ പിന്നെ മേയ്ക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാം കേട്ടോ. ഓ ഇവിടെയൊക്കെ ഇപ്പോഴും ആ പഴയ പോലെ തന്നെ കേട്ടോ. സിംഗിൾ വേ ഉള്ളൂ. ഇവിടെ വീതി കുറവാട്ടോ. ഇവിടെ ആ പഴയ സെറ്റപ്പ് എന്ന് വെച്ചാൽ പഴയ സെറ്റപ്പാണ്. ഫ്രണ്ടിൽ അന്ന് ഇവിടെ ഒരു പോലീസ് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നോക്കിയേ, ഈ കാണുന്ന ഇവിടെ ഒരു പോലീസ് പോസ്റ്റ് ഉണ്ടായിരുന്നു. അയ്യോ, സിംഗിൾ വണ്ടി കയറി പോകാൻ പോകുന്ന സെറ്റപ്പേ ഉള്ളൂ കേട്ടോ. സിംഗിള്. ഇതേപോലത്തെ കണ്ടമാനം ബേലിപ്പാലങ്ങൾ. എൻ്റെ അമ്മയെ താഴോട്ടുള്ള ഡെപ്ത് നോക്കിയേ. എൻ്റെ ഈശോ മറിയ ഔസേപ്പിതാവേ. നമ്മൾ പോകുന്ന വഴി നോക്കി. ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്. അന്നൊക്കെ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു ഇവിടെ കേട്ടോ. കണ്ടമാനം ചെക്കിംഗ് ഉണ്ടായിരുന്നു. ചില്ലറ ചെക്കിംഗ് ഒന്നുമില്ല. തുടങ്ങി മക്കളെ, തുടങ്ങി. എന്താ സെറ്റപ്പ് ഗൈസ്. നമ്മുടെ വണ്ടി ഇപ്പം നിൽക്കുന്ന സ്ഥലം കണ്ടോ ഗൈസ്? നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ 50% ഇതിൻ്റെ സെറ്റപ്പിൽ എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് 100% എത്താണ്ട്. അത് കില്ലറിനോട് അടുക്കണം. ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഒരു ടെമ്പിളുണ്ട്. ഇങ്ങോട്ട് നോക്കടാ ലിബി, ഇവിടെ ഒരു ടെമ്പിളുണ്ട്. തൊട്ട് താഴെ നീല നിറത്തിലുള്ള വെള്ളം. ഞാൻ എന്തിനാ നിർത്തിയാന്ന് നിനക്കറിയാവോ? അതെ നോക്ക്, അങ്ങോട്ട് നോക്കി, ആൾക്കാർ താമസിക്കുന്ന നോക്ക്. അവിടെ വീടുകളുണ്ട്. എൻ്റെ കർത്താവീശോ മിശിഹായേ, എന്തിയേ? നോക്കിയേ വീട്, നോക്കിയേ ഇത്, നോക്കിയേ വീട്. എന്നാ വലിയ വീടാന്ന് നോക്കിയാൽ. അമ്പോ എന്തോ വലിയ ഗുണാണ്ടാ. ഞാൻ വണ്ടി ഒതുക്കി കൊടുക്കട്ടെ, ഇല്ല വായിലിരിക്കുന്ന മൊത്തം കേൾക്കും. എൻ്റെ അമ്മോ, എന്താ സെറ്റപ്പ് ലിവിനെ. ഓ ഗൈസ് നോക്കി, വീടുകൾ നോക്കി. ഒരു മല മൊത്തം തുറന്നിട്ടകത്ത് അതിൻ്റെ അകത്ത് മൊത്തം വീട് നോക്കി. 1 2 3 4 വീട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് അതേ സമയം ഗൈസ് ഇവിടെ നോക്കി. ഞാൻ ഈ പാലത്തിൻ്റെ അകത്തൂടെ ഒന്ന് താഴോട്ട് നോക്കിയേ. ആ താഴോട്ട് നോക്കിയപ്പോൾ എൻ്റെ കാലും കൈയും ചെറുതായിട്ടല്ല, ഒന്ന് വലുതായിട്ടൊക്കെ വിറച്ചു. നോക്കി, ഇതൊക്കെ ഇതിനകത്ത് ഓട്ടയുണ്ടേ. ഈ ഓട്ടയിൽ കൂടെ ഒന്ന് നോക്കിയാൽ മതി കയ്യും കാലും വിറയ്ക്കാൻ വേണ്ടി. അത്ര ഡെത്തുണ്ട്. ശരിക്കും പണ്ട് കാലത്ത് ഞാൻ ഉരുളൊക്കെ പൊട്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇങ്ങനത്തെ പാലങ്ങളൊക്കെ ആയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നോക്കിയേ, ഡീസൽ കമത്തി വെച്ച പോലത്തെ നല്ല അടിപൊളി വെള്ളം അല്ലേ തുമ്പി? അത് ഞാൻ കാണിച്ചു കൊടുത്തന്നേ. എന്ത് രസമാണെന്ന് നോക്കി. മാറിയ ലുക്കല്ലേ? നിങ്ങൾ ഇവിടെ വരുന്നോടും വരെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ? ലൈഫിൽ ഒന്നല്ല, ഒരു 2 പ്രാവശ്യം വന്ന് കാണാനുള്ളൂ. അതായത് ശരിക്കും ടൂറിസ്റ്റ് പ്ലേസ് ആണോ, ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാണാനാണ് രസം? ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, ഇത് കുറച്ചും കൂടെ പീക്ക് അത്യാവശ്യം തലയ്ക്ക് ഉണ്ടെങ്കിൽ കയറി വന്ന് പൊളിച്ചടിക്കാം. എന്ത് അങ്ങനെ മുന്നോട്ട് പോയി
പക്ഷെ ഇങ്ങോട്ട് വരാൻ നേരത്ത് പേടിയുള്ളവർ വരരുത്, വിറച്ച് ചത്തുപോകും. കൊള്ളാം. എൻ്റെ അമ്മ ഈ വീഡിയോ കാണുമ്പോൾ വീട്ടിൽ പറയണം ഈ സാധനങ്ങളെല്ലാം ഓഫാക്കി വെക്കണമെന്ന്. അമ്മയ്ക്ക് പേടിയാ. ഞങ്ങൾ കാരണം എന്നെ സംബന്ധിച്ച് അറിയില്ല, കേബിളൊക്കെ കട്ടാക്കി ഇടും. എന്നാ മാറി ഇതല്ലേ ചേട്ടാ. അതിൻ്റെ സംഭവം എന്ന് പറയും, വെള്ളത്തിന് ഈ കളർ കിട്ടുന്നേ 2 സൈഡും മലയാണല്ലോ. നോക്കൂ, ഇറ്റ് ഈസ് വെരി അമേസിങ് പ്ലേസ്. ഞങ്ങൾ അന്ന് പോയ അതേ സെറ്റപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഒറ്റ വണ്ടിക്ക് പോകാനുള്ള പാതയുള്ളൂ ചില സ്ഥലങ്ങളിൽ. പക്ഷേ പണ്ട് ഈ സ്ഥലത്ത് ഇങ്ങനെ അല്ലായിരുന്നു, അങ്ങനെ വലുതായിട്ട് ടാറിങ്ങോ സംഭവങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ടാറിങ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. ഇങ്ങോട്ടും അധികം വീതി കുറഞ്ഞു. പക്ഷേ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഒറ്റ വണ്ടിക്കല്ല 2 വണ്ടിക്ക് പോകാൻ അത്ര സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒറ്റ വഴിക്കുള്ള സ്പേസേ ഉള്ളൂ. ഞാൻ ഈ കാണുന്ന ഇവിടെ വണ്ടി നിർത്തി, ഈ വലിയ മലയുടെ ഈ ഒരു ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ഒരു ചെറിയ അൾട്ടോ കാറിന് അത്ര നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കേട്ടോ. സത്യം പറയാം, അതായത് ചെറിയൊരു വണ്ടി കേട്ടോ. അല്ലേടാ ലിവിനെ? ചെറിയൊരു വണ്ടി അത്ര, ചെറിയൊരു വണ്ടിയുടെ അത്ര ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിലേ ഇല്ലേ ഈ ഒരു വണ്ടിക്ക് പോകാനുള്ള ക്യാപ്പേ ഉള്ളൂ. മറ്റൊരു വണ്ടി വന്നിട്ടുണ്ട് സൈഡിലാണ്. നമ്മളന്ന് നമ്മുടെ SS നെപ്പോളിയൻ കൊണ്ട് നടന്നേ. നമ്മളങ്ങ് ധൈര്യത്തോടെ എടുത്തില്ലേ, പോകരുതേ എന്ന് പറഞ്ഞ കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയി. ഗൈസ്, തുമ്പി എന്നാ തുമ്പി ഇതിനെ കുറിച്ച് പറയാൻ? സൂപ്പർ സൂപ്പർ. ഗൈസ് നോക്കൂ, ഇങ്ങോട്ട് നോക്കിയാൽ നീല നിറത്തിലുള്ള കിടില നദി. താഴോട്ട് പോയിട്ടാ. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ നോക്കിയേ. നിങ്ങൾ വീട്ടിൽ വാണം വിട്ടോണ്ടിരുന്നു കേട്ടോ. ഇതൊക്കെ വന്ന് കണ്ടാലല്ലേ വല്ലതും നടക്കുള്ളൂ, അല്ലേ? ശരിയല്ലേ? ഗൈസ് നോക്കൂ, ഇത് നോക്കിയേ, കണ്ടോ? കുറേ പിള്ളേരുണ്ട്. അതായത് കാണുന്നവരെല്ലാം വിമർശനം. അത് മാത്രമല്ല, ആരെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുശുമ്പ് കുന്നായ്മ. ഇങ്ങനെ നടന്ന കാര്യം. നമ്മൾ അധ്വാനിക്കണം, അധ്വാനിച്ച് നേടാൻ പറ്റുന്നത് നേടണം. ഇല്ല, ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കൈവാണം വിട്ട് അവിടെ ഇരിക്കേണ്ടി വരും. പറഞ്ഞാൽ വാണെന്ന് വെച്ചാൽ ഇനി ആരും പറിച്ചു കിട്ടി വെക്കരുത്. അതായത് ക്രിസ്മസിനും നമ്മൾ ഓണത്തിനൊക്കെ പൊട്ടിക്കൂല, ഇങ്ങനെ തീയൊക്കെ അതാണ്. കൈ പിടിച്ചു വിട്ടാൽ കൈവാണം. അങ്ങനെ കൈ ഇങ്ങനെ കിട്ടുക, കൈ പിടിക്കൽ ഒരിക്കലും പറ്റരുത്, കൈ പോവും. നമ്മൾ നിലത്ത് വെച്ചിട്ട് നല്ല ചാടുവാണോ? ദൈവത്തെ ചാടിയാക്കരുത്, ഞാനും ഇവരും കുടുങ്ങിപ്പോവും. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. പറഞ്ഞു തീർക്കാം. അങ്ങ് മേളിൽ പരുന്ന് പറക്കുന്നു നോക്കിയേ. ഇവിടുന്ന് തള്ളിയിട്ടാ പിന്നെ പൊട്ടി കുറച്ച് പ്രശ്നങ്ങളുള്ള. അബ്രാമിയോട് പറയണം ഈ വീഡിയോ കാണിക്കല്ലേ വീട്ടില്, കേബിള് വീട്ടിൽ നിന്ന് കട്ടാക്കി ഇട്ടോളെ. പിന്നെ അമ്മ ഇപ്പം വരച്ചിട്ട് അമ്മ ഇപ്പം വിളിക്കും കേട്ടോ. നിങ്ങൾ അങ്ങനത്തെ വഴി കൂടിയാണോ പോയത്, ഇങ്ങനത്തെ വഴി കൂടിയാണോ പോയത്, അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. നോക്കൂ, ഇങ്ങനെയുള്ള വഴി കൂടെ ഓടിക്കാൻ ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ. അതിപ്പോൾ നമ്മൾ എന്ത് വണ്ടി ആയിക്കോട്ടെ, നമ്മുടെ അടുത്ത് ഇപ്പം ഉള്ളത് ഏതാണോ അത് മതി. നോക്കിയാൽ ഒരു പ്രത്യേക ഒരു പർദീസ, അതായത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് സ്വർഗം എന്നൊക്കെ പറയുന്ന ആ ഫീലിംഗ് ആട്ടോ. അങ്ങോട്ട് താഴോട്ട് നോക്കിയേ, ആ ഒരു സ്വർഗം എന്നാണെന്നുള്ളത് നമുക്ക് ശരിക്കും കാണാം. അത്രയ്ക്കും ബ്യൂട്ടി ആൻഡ് 2 ട്യൂറ്റിയാ അല്ലേ? അതെ. ഇപ്പൊ നമ്മള് ഈ പണിത മലയില്ലേ, മലയിലെ ഏറ്റവും ഡീപ്പായിട്ടുള്ള താഴെയാണ് നമ്മളുള്ളത്. ഇനി നമ്മൾ ഇനി കയറി ഏറ്റവും വണ്ടിക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ, ഒരേ ഒരു വണ്ടി. ഒന്നിൽ കൂടുതൽ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ആക്കണം കേട്ടോ. അതാണ് ഈ പാടം. സീസൺ അല്ലാത്ത നമുക്ക് സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടി പറ്റും. സീസൺ ആയ സമയത്ത് ഇത് ഒതുക്കി പയ്യെ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ലിവിനെ, അതിനാണ് ഈ കില്ലർ കിസ്ത്വാർ എന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കില്ലർ കിസ്ത്വാർ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും ഡേഞ്ചറസ് റോഡായിരുന്നു. നോക്കിയേ, നമ്മളെ മലയുടെ പൊത്തിന്റെ അകത്തോട്ട് ഇപ്പം കയറി പോകാൻ വേണ്ടി പോവാ. പിന്നെ നമുക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. നമ്മൾ പണ്ട് പോരാൻ നേരത്തെ അവിടുത്തെ ഏറ്റവും ടോപ്പിന്റെ അത് അവിടെ കൊണ്ട് വെച്ചിട്ട് പിന്നെ 2 ആർമിക്കാർ പറഞ്ഞു പോകാൻ വേണ്ടി പറ്റൂല, നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞില്ല. നമ്മൾ തിരിച്ചതിന്റെ മണ്ടത്തരയില്ല അറിയി പോകുന്നില്ല. എനിക്ക് ഹിൽ ഹോൾഡ് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള A to Z എല്ലാ സാധനമുണ്ട്. അപ്പോൾ ഇത് കയറും എന്നുള്ളത് നമുക്കറിയാം. ഇതിൽ ത്രില്ലില്ല. നമ്മൾ ഈ ഓമിനി ബസ് കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷമാണ് എന്നാ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ത്രില്ലായിരുന്നു കേട്ടോ. ഇതിപ്പം കഴിഞ്ഞു. ഇനിയിപ്പോൾ പാർട്ടർ കഴിഞ്ഞാണ് ഇനി അടുത്ത സെറ്റപ്പ് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പോകുന്ന വഴി നോക്കി അങ്ങോട്ടൊന്നും പോയി ഓടിക്കണ്ടേ. ഈ ഫ്രണ്ട് ഇങ്ങനെ കൊല നിൽക്കുന്ന പോലെ നിൽക്കുന്നതുകൊണ്ടേ, ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഒരു നോക്കണ്ട കല്ലേ കയറി സൈഡിങ്ങാനും പോയി കഴിഞ്ഞാൽ മറ്റു വണ്ടികളുടെ ഒരേന്ന പോലെ അല്ല കേട്ടോ. ഓരോ പാർട്സിൻ്റെയൊക്കെ വില ലക്ഷങ്ങളാണ്. കിളിവാറി എൻ്റെ അത് ചോദിച്ചപ്പോൾ. നമ്മളൊരു പ്രത്യേക സ്ഥലത്തോട്ട് കയറി ചെന്ന് പോകുന്ന ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ. നോക്കിയേ എന്താ രസമെന്ന് നോക്കിയേ. ഇതിലെ ഹിറ്റാച്ചിയോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഇതോ പോയിട്ടുണ്ട് കേട്ടോ. എന്തോ വലിയൊന്ന് പോയിട്ടുണ്ട്. ആ നേരത്ത് നമ്മൾ ടൈം ടു ടൈം സഞ്ചരിക്കണേ. അല്ല എന്നെ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരെ പാറയിൽ നിന്ന് കിസ്ത്വാർ, അതായത് നമ്മളിപ്പം ഹിമാചലിലേക്ക് പോകുക, അതായത് കാശ്മീരിൽ നിന്ന് ഹിമാചലിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈം ടു ടൈം സഞ്ചരിച്ചില്ലെങ്കിൽ ഇരുട്ടായി പോകും കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ ഡയറക്റ്റ് വരും. പിന്നെ വെയിൽ മലയുടെ ഇടയിലേക്ക്, അതായത് സൂര്യൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരുട്ടാവും. അപ്പോൾ നമ്മൾ 5:30 വരെ മാക്സിമം നമുക്ക് ലൈറ്റ് ഉണ്ടാകത്തുള്ളൂ.
അതിനു മുമ്പേ നമ്മൾ കയറി ഇറങ്ങണം. ഇല്ലെങ്കിൽ ഇന്ന സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ തല്ലിപ്പോൾ പടം കാണാൻ വേണ്ടി വന്ന പോലെ ആയിപ്പോൾ. കാരണം ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. വഴിയൊക്കെ ചില സ്ഥലങ്ങളിൽ മോശമാണ് കേട്ടോ. അയ്യോ ഇതൊക്കെ എൻ്റയർലി മോശമാണ്. ഇതിനെ സംബന്ധിച്ച് ഇതൊക്കെ മോശം അല്ലേ തുമ്പി? അന്ന് വിദേശ രാജ്യത്ത് F1 ഒക്കെ ഓഫ് റോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അവിടെ ഇതിൻ്റെ പാർട്സിനൊക്കെ വിലക്കുറവ്, അതുകൊണ്ട് പേടിക്കണ്ട. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഒരു പരിധിക്കുള്ളിൽ വണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഓവർ ഗുസ്തി ചെയ്യാതിരിക്കുന്നതല്ലേ. അത് നമുക്ക് പേടിയായിട്ടല്ല, നമ്മൾ നമ്മുടെ പല വണ്ടി വെച്ചും പലതും കാട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ പാർട്സൊക്കെ അടച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇവിടെ എന്തോ നിർമ്മാണ സംവിധാനങ്ങളാണല്ലോ, എല്ലാം JK പഞ്ചാബ് ആ സ്ഥലത്തുനിന്ന് വന്നതാണല്ലോ. ഇതൊക്കെ നിങ്ങൾ കണ്ടോ, 2 വർഷത്തിനുള്ളിൽ തീപ്പൊരി റോഡും തീപ്പൊരി സ്ഥലമായിരിക്കും അല്ലേ തുമ്പി? ഇപ്പൊ തന്നെ റോഡ് കണ്ടില്ലേ, നല്ല പണ്ട് ഇങ്ങനെയല്ല നമ്മൾ വരുമ്പോൾ ഈ റോഡൊന്നുമില്ല, മനസ്സിലായോ? ഫുൾ അഡ്വഞ്ചറാ. അപ്പോൾ അഡ്വഞ്ചർ പോയിട്ട് ആ ഒരു ഡേഞ്ചർ പോലും ഇല്ല അല്ലേ ലിവിനെ? ഇത് ചെറിയ റോഡാണ്, നാര റോഡാണ്. റോഡൊക്കെ നല്ല സൂപ്പർ ടാറൊക്കെ അല്ലേ, ഒരു കട്ടർ പോലും ഇല്ല. 4 കൊല്ലം കൊണ്ട് ഇത്ര ആക്കി എടുത്തല്ലേ? 4 കൊല്ലം കൊണ്ട് ഇങ്ങനെയായി. ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മളെ ഇപ്പം പണ്ട് ആ ഒരു എന്നാ പറയുക, ആ ഒരു അഡ്വഞ്ചർ പ്രതീക്ഷിച്ച് പോയ വഴികളൊക്കെ ഇല്ലേ, അതൊന്നും ഇനി ഇല്ല. അതൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കും. ഇനി ദൈവത്തിനറിയാം, സംസ്കാര വാലി ടു ലേയിലൊക്കെ ചെല്ലാൻ നേരത്ത് ആ ഒരു അഡ്വഞ്ചറൊക്കെ ഇനി ആ റോഡിലുണ്ടാവും എന്നൊക്കെ സംശയം അല്ലടാ ലിവിനെ? നമ്മളൊക്കെ ഒരു ഭാഗ്യം അല്ലേ അന്നത്തെ കാലത്ത് യാത്ര ചെയ്യാൻ പറ്റിയത്. അതെ അതെ അതെ. വീടുണ്ടോ താഴെ? എന്തിയെ അടുത്ത സൈഡില് ഉണ്ടോ? ദൈവമേ, അവിടെയൊക്കെ എങ്ങനെ താമസിക്കുന്നത്? മേലിലാണ് കേട്ടാ? ആണോ? സമ്മതിക്കണം കേട്ടോ, അവിടെയൊക്കെ താമസിക്കുന്നത്. നീ ഫ്രണ്ട് നോക്കിയേ, ഒരു ചെറിയ വണ്ടിക്ക് കഷ്ടി പോകാനുള്ള ഒരു സെറ്റപ്പ്. പക്ഷേ ഇതിൽ ഞങ്ങളുടെ വണ്ടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1000 പേര് അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ വണ്ടി ഓടിച്ചു. നോക്കിയേ, ഇതാണ് ആ സ്ഥലം. ഈ സ്ഥലത്തിന്റെ പേരാണ് സ്ഥലം അല്ലേ ലിവിനെ? അതെ, ഇതിന്റെ പേര് റോഡിന്റെ സ്ഥലം അല്ലല്ല, ഈ സ്ഥലത്തിന്റെ പേര് കില്ലറാണ്. ഇത് കിസ്ത്വാർ ടു പാഡർ. ഇത് കിസ്ത്വാർ ടു പാഡർ പോകുന്ന റോഡ്. ഇനി നമുക്ക് പാഡർ ടു കില്ലർ പോകുന്ന റോഡാണ് ഇതിലും ഡേഞ്ചർ. അത് ടാറിങ് ഒന്നുമില്ല, അത് ഇച്ചിരി ടഫ് ടെറൈനാണ്. കേട്ടിട്ടില്ലേ കില്ലർ റോഡിന്റെ പേര് തന്നെ? അതാണ് ഭയങ്കര ഡേഞ്ചർ റോഡായിരുന്നടാ. പക്ഷെ അതിലുണ്ടല്ലോ ഈ ഹിമാചൽ പ്രദേശിന്റെ മറ്റേ അതെ, അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ പോകുന്ന റോട്ടാണ് ആ റൂട്ട്. അപ്പോൾ ആ റൂട്ടിൽ കൂടെയാണ് നമ്മൾ, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതിലെ വണ്ടി ഓടിക്കണം. പക്ഷെ അതിലെ എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ബസ് ഓടിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. ചില സാങ്കേതിക തകരാറ് മൂലം ഈ പ്രാവശ്യം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ പ്രാവശ്യം അത് ചെയ്തിട്ട് പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. കാരണം നമ്മുടെ വീട്ടുകാരെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് പോക്ക് നടക്കില്ല. കാരണം അവർക്ക് പേടിയാണ്. അവർ കിടന്ന് ഭയങ്കര കാറിക്കൂച്ചൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അതങ്ങ് നിർത്തി അല്ലേടാ? അതെ, അതായത് നമ്മൾ ഇങ്ങനെയുള്ള യാത്ര, നമ്മൾ വരുന്ന അഡ്വഞ്ചർ യാത്ര വരാൻ നേരത്ത് ഫാമിലി ആയിട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും പറ്റിയാലും നമുക്ക് വഴി നിന്നാ പോരെ. ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്, അടുത്ത സ്ഥലത്തോട്ട് പോകണം, എത്ര പ്രഷർ ചെയ്യും, അത് ഇത്ര ടൈമിനുള്ളിൽ എത്തണം, രാത്രിയാകുമ്പോൾ നല്ല സ്ഥലത്ത് കയറണം. നമ്മൾ പ്രത്യേകിച്ച് നമ്മളന്ന് സിക്കിമിലൊക്കെ പണ്ട് നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് എത്ര നാളവിടെ കിടന്ന. അതെ, പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ മൈക്കിളിന് ശ്വാസം മുട്ട് വന്നു. എല്ലാരും കൂടെ നമ്മളെ പ്രഷർ ചെയ്ത് നമുക്ക് താഴെ ഇറങ്ങേണ്ടി വന്നു. അതേപോലെ പെട്ടെന്ന് ഇരുട്ടായി ചേട്ടാ. അത് മറ്റേ ഇതില്ല, മലയില്ലാത്ത കാരണം, മല ഇതിനെ ഡിഫെൻഡ് ചെയ്യുവോ ചേട്ടായി? മനസ്സിലായോ തുമ്പിക്ക്? കാര്യങ്ങൾ മനസ്സിലായോ? അതാണ്, മനസ്സിലായല്ലോ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണം കേട്ടോ. അതുകൊണ്ടോ ആ കാണുന്നതിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. തുമ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഷക്കീലേനെ വിളിക്കുന്നതിന് ഇത്രയും ഇതിലായിരുന്നു ബുദ്ധിമുട്ട് അല്ലേ ലിവിനെ? അതെ, എന്തൊക്കെ റൂളായിരുന്നു. അയ്യോ, ഒരു വിധത്തിൽ ഒരു വിധത്തിൽ പ്രാഗി നേർന്നാ കൊണ്ടുവന്ന് മുടിയൂന്നൊക്കെയാ പറഞ്ഞേ. കാശ് പുള്ളി അത് പേടിച്ചു കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മന്ത്രവാദികളാണ്, എടുക്കാൻ പറ്റുമോ? ബസ് കൊണ്ടൊക്കെ വരാൻ നേരത്ത് ഇത് തട്ടുവോ മുട്ടുവോ എന്നൊക്കെയുള്ള പേടിയായിരുന്നേ. ഇതുകൊണ്ട് വരാൻ അങ്ങനത്തെ പേടിയും സംഭവമൊന്നുമില്ല. ഇത് ഏകദേശം പാടലേക്കുള്ള റോഡ് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നല്ലൊരു താഴ്വാരയിലേക്ക് എത്തും കേട്ടോ. ഇത് ഏകദേശം കഴിഞ്ഞു കേട്ടോ. നോക്കിയേ, ഇപ്പം വീഴും നാളെ വീഴും എന്നും പറഞ്ഞ കേട്ടോ ഈ കാണുന്ന കല്ലുകൾ ഇരിക്കണം. ഇതിനൊന്നും വലിയ കട്ടിയില്ല, അതിലടാ ലിവിനെ? കട്ടിയില്ല. കട്ടി എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാട്ടോ. അവിടെ ഇങ്ങോട്ടൊക്കെ ഭയങ്കര വികസനങ്ങൾ വന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടമാനം പാലം. ഞാൻ നോക്കിട്ടെ, ഒരു ചെറിയ 2 വീടുണ്ടെങ്കിലും അവർക്ക് തൂക്കുവാലെങ്കിലും ആക്കി കൊടുക്കുന്നുണ്ട്. അതെ, ഇങ്ങോട്ടാണ് പക്ഷെ ഇത്രയും ഡെവലപ്മെന്റ് മിസോറാമിൽ ഇപ്പം വന്നു തുടങ്ങി. പക്ഷെ ഈ നാഗാലാൻഡ് ആ ഒരു ഭാഗത്തോട്ട് വന്നു എന്ന് ചോദിച്ചാൽ എല്ലാം ഒരുമിച്ച് വരാൻ പറ്റുമല്ലോ. അതെ, ഇത് വരുന്നോണ്ടിരിക്കും ഓരോ സ്ഥലം. കാശ്മീർ, ലഡാക്ക് ഈ ഭാഗങ്ങളിൽ വന്ന ആ ഒരു സെറ്റപ്പ് അങ്ങോട്ട് വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് കേട്ടോ. അല്ലേ ലിവിനെ? അവിടെ റോഡുകൾ മിസോറാമിൽ ഇപ്പൊ ഇത് വന്നു കേട്ടോ, ഐസ്വാൾ വരെ ട്രെയിൻ വന്നു അല്ലടാ. റോഡെന്ന് വെച്ചാൽ അവിടെ 4 വരിപ്പാത വരുന്ന കണ്ടില്ലേ? ഇനി എവിടെ പോയാലും ഇന്ത്യയിലെല്ലാം ഒരേ വിഷം പോലെ ആയിരിക്കും അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? പ്രകൃതി ഓരോ മരത്ത് ഇടിച്ചിടും. അപ്പൊ അതിന് അനുകൂലമായിട്ട് നമുക്ക് പണിയണ്ടേ?
നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടെ. ഇനിയിപ്പോൾ നമ്മളൊരു താഴ്വാരയിലേക്കാണ് ചെന്നെത്തുന്നത്. ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ എങ്ങനെയാണോ വണ്ടി ഓടിച്ചോണ്ട് പോയി അന്ന്? അതെല്ലാം ഒരു ധൈര്യത്തിൽ നമ്മൾ പോയി. ഇതാന്ന് തോന്നുന്നു നമ്മളന്ന് പാടുപെട്ട സ്ഥലം. അന്ന് അങ്ങോട്ട് കയറ്റി എടുത്തൊക്കെ ഇതാന്ന് തോന്നുന്നു സ്ഥലം. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ KL വണ്ടി കണ്ടപ്പോ അന്ന് നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ ഒതുക്കി നമ്മൾ അങ്ങ് കാണലോട്ടാ കിട്ടാ സഹായിച്ച്. ശരിയാ, നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ റൂട്ടിൽ വലിയ വണ്ടി കൊണ്ട് വരാൻ നേരത്തെ. ചെറിയ വണ്ടി കൊണ്ട് വന്നിട്ട് എന്നാ കുഴപ്പം? ഒരു പ്രശ്നമില്ല. അത് മനസ്സിൽ ധൈര്യം. നമ്മുടെ എത്രയായിരുന്നടാ? 5.5 6.5 നമ്മുടെ 5.5 കിടക്കും അല്ലേ? 5.5 നമ്മുടെ ഇന്ത്യയിലെ ഹൈവേന്റെ അത് കിടക്കാൻ പറ്റിയ 5.5 ആണ്. 5 ആണ് ഏറ്റവും ബെറ്റർ വണ്ടിയുടെ പൊക്കം അല്ലേ? എവിടെ വേണേ കയറി പൊക്കോളൂ. ആ ഒരു ഹൈറ്റിലായിരുന്നു നമ്മള് പിന്നെ ഇതിൽ ഓടിക്കൊണ്ടിരുന്നത്. അന്ന് വളരെ ശ്രദ്ധിച്ച ഞങ്ങൾ വണ്ടി ഓടിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കലൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ അന്ന് സീസൺ ആയിരുന്നേ. ഇവിടെ എന്തോ ഒരു ഹൈന്ദവ രീതിയിലുള്ള എന്തോ ഒരു വലിയ സംഭവം നടക്കുന്ന സ്ഥലം ഇത്. അന്ന് അതിന്റെ ഭയങ്കര സീസണും ഭയങ്കര സെക്യൂരിറ്റി ഇതായിരിക്കും, തിരക്കും. ഓരോ 10 കിലോമീറ്റർ പോയിന്റ് ഉണ്ടാവും, പട്ടാളക്കാരുണ്ടാവും. അവർ ചെക്ക് ചെയ്ത് കയറ്റുള്ളൂ. അത് തന്നെ. ആ സമയത്ത് ഇവിടെ വന്നാൽ നല്ല ഇതാ, അത് ഫുഡ് അടക്കം ഫ്രീ ആയിട്ട് കിട്ടും. ഫുഡ് ഫ്രീ ആണ്, വഴിക്ക് മൊത്തം ഫുഡ് ഫ്രീ ആണ്. വെജിറ്റേറിയൻ ഫുഡ് കണ്ടമാനം നമുക്ക് വഴി ഫ്രീ ആണ്. പിന്നെ ഇവിടെ അങ്ങനെ ആ പാടലൊന്നും അങ്ങനെ ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഭജനകളും സംഭവങ്ങളൊക്കെ ആയിട്ട് പമ്പ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു ആ സമയത്ത്. നമ്മള് കഴിഞ്ഞ വർഷം വന്ന് പവർ കൊടുത്തല്ലേ നമ്മൾ കൂടിയേ? അതെ, കിടന്നത്. അതെ 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 അതെ. ഫൈനലി നമ്മൾ നേരെ പോവാട്ടോ. ഇത് ഏറ്റവും നാരോ റോഡാണ്. ഈ കാണുന്ന റോഡിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ഇത് ഇച്ചിരി കയറ്റത്തിൽ ഇച്ചിരി ഹില്ലായിട്ട് ഇവിടെ വരാൻ നേരത്തെ ഒരു വലിയ കട്ടിങ്ങാണ്. ഇവിടുന്ന് വളരെ സൂക്ഷിച്ച് വേണം വണ്ടി എടുക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ പരിപാടി പാളും. ഏതോ ഓമനക്കുട്ടൻ അവിടെ നിന്ന് ഹോൺ അടിക്കുന്നു. അവനങ്ങ് കയറിപ്പോക്കൂടെ? അവനങ്ങ് കയറിപ്പോക്കൂടെ? എങ്കിലെ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇതൊന്നും കയറി പോവില്ല. അടി അടി 6 അടി കേട്ടോ. അങ്ങോട്ട് നോക്കിയ വീടുകൾ നോക്കി. എൻ്റെ പൊന്നെ, എന്താ സെറ്റപ്പ് നോക്കിയ വീടുകൾ. അവരവിടെ വീട് വെച്ചു, എങ്ങനെ അവിടെ അവർ താമസിക്കുന്നു? ഈ മഞ്ഞൊക്കെ വന്ന് വീഴുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ഗവൺമെന്റിന്റെ കണക്കുള്ളതാണാവോ? അല്ലേ ലിബിനെ? തണുപ്പിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇവിടെ മലയുടെ വീട് വെക്കുന്നത്. അത് ഞാൻ പറയാൻ മറന്നു. ഈ ഓർത്തഡോക്സ് പിന്നെ മൊണാസ്ട്രികളുണ്ട് കേട്ടോ. ഈ റഷ്യൻ ഓർത്തഡോക്സ്, അതുപോലെ എത്യോപ്യൻ ഓർത്തഡോക്സ്, അതുപോലെ തന്നെ തുർക്കി ഓർത്തഡോക്സ്. ഇവരൊക്കെ ഇതേപോലെയുള്ള പാറകളുടെ ഇടയിലാണ് മഞ്ഞിനെ പ്രതിരോധിക്കാൻ വീട് വെക്കുന്നത്. കറക്റ്റ്. എന്നിട്ട് കളിമണ്ണ് തേക്കും അല്ലേ? കളിമണ്ണ് വെക്കും. നീ പറഞ്ഞു പുല്ല് വിടും. നമ്മൾ തുർക്കിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കണ്ട, തുർക്കിയിലുണ്ട്, എത്യോപ്യയിലുണ്ട്, റഷ്യയിലുണ്ട് ഈ സംഭവങ്ങൾ. ശരിയാ, കറക്റ്റാ. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവരും സേഫാ. ഇവിടെ എന്ത് സേഫാണ്? ഒന്നുമില്ല. ഇവിടെയൊക്കെ നമ്മുടെ അവിടത്തോളം മീഡിയ ഇതൊന്നും ഇല്ലെന്നേ. പോയതാ അത്രേ ഉള്ളൂ. കിട്ടിയ ആരറിയാനാ? ബാ നോക്കിയേ, ഒരു പാലം കയറിയതാ. നോക്കിയേ, കനോൺ പോലെ. തുമ്പി ഇങ്ങോട്ട് നോക്കിയേ. തുമ്പി എണീറ്റ് നോക്കിയേ. എണീറ്റ് നോക്ക് തുമ്പി. അങ്ങോട്ട് നോക്ക്. ആ പണ്ട് കാലത്തെ ഇതൊന്നും വരട്ടെ. ഭീകരത കേട്ടോ. ഇത് മറ്റേ മഞ്ഞുമ്മൽ ഐറ്റം ആണല്ലോ. മഞ്ഞുമ്മലോ? ഇത് മറ്റേ കനോൺ പോലെയാന്നേ. കിളി പാറും നമ്മുടെ. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പോയത് കേട്ടാ. തിരിച്ച് ഇറങ്ങാൻ കയറും ഒന്നും പറ്റൂല. അതിന്റെ ക്ലൈമാക്സ് രക്ഷിക്കുന്നെങ്കിലും ഇല്ലേ? ഇത് രക്ഷിക്കൊന്നും ഇല്ല. അവിടെ തന്നെ ഇത് അവിടെ തന്നെ ക്യാമറ ഒപ്പം ചാടിക്കും. അപ്പൊ ക്യാമറ എങ്ങനെ? ക്യാമറ വഴി കണ്ടോ? നമ്മൾ പോകുന്ന വഴി ഒരെണ്ണം കഴിയുമ്പോ ഒരെണ്ണം അല്ലേടാ ലിബിനെ? ഈ സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് ഒന്ന് പറയാനുണ്ട്. ഈ ഒരു റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഹൈലി റിസ്ക് എടുത്ത് BROയും അതുപോലെ എഞ്ചിനീയർമാരൊക്കെ വെട്ടിയതാ. എന്തിനാ? ഈ പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പോകുന്ന വഴിക്ക് ആൾക്കാർ താമസിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിലൊക്കെ ജീവിക്കുന്നവരെന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിൽ ജീവിക്കുന്നവർ അല്ലേ തുമ്പി? അല്ലേ? നമ്മൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല ഗൈസ്, ഒരു ഫെസിലിറ്റി ഇല്ല. ആരോട് പരാതി പറയാൻ? നമ്മൾ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിമർശിക്കുക, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ അതുപോലും ഇല്ല. എന്താ അവസ്ഥ? ഇവിടെയൊക്കെ കറണ്ട് പോയപ്പോൾ നോക്കിയാൽ ലൈൻ കമ്പി മൂക്കും കുത്തി നടക്കുന്ന നോക്കിയേ കണ്ടോ? ഏതോ മോഡലിൻ്റെ സാരിത്തുമ്പ് പാറി പറക്കുന്ന പോലെ ഇവിടുത്തെ ലൈൻ കമ്പിയൊക്കെ നിൽക്കുന്നത്. തമാശ പറഞ്ഞല്ല നിങ്ങളോട് ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ KSE വിളിച്ച് നാളെ തെറിയലും പറയാം. ഇവിടെ ആരെ വിളിച്ച് പറയാൻ? ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ 2-3 ദിവസം എല്ലാം വരുള്ളൂ അല്ലേ? ഗൈസ് ഇതാ 2-3. ഇതിപ്പോൾ എത്ര ദിവസമായിക്കാണ് ഇങ്ങനെ മേക്രോ എന്ന് പറഞ്ഞ് കിടക്കുന്നത്? ഇതൊരു പർവ്വതങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ള ഒരു സഞ്ചാരമാണ്. എന്നിട്ട് ഇത്രയും നല്ല ടോപ്പ് റോഡ് ചെയ്ത് കൊടുത്തില്ലേ അവനെ? സത്യം. നമ്മളൊക്കെ ഇപ്പം ആലപ്പുഴ ചെന്ന് കുട്ടനാട്ടിൽ ചെല്ലുന്നത്, ഓഹ് എന്ത് ഭാഗ്യമുള്ളവരാ, കെട്ടുവെള്ളം അതിലെ പോകുന്നത്, എന്ത് രസം അതാന്നൊക്കെ നമ്മൾ പറയും. ഒരു മാസം കഴിയുമ്പോൾ അവിടുത്തെ പിറുക്കുകടിയും അവിടുത്തെ വെള്ളക്കയറ്റവും അവിടുത്തെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു യഥാർത്ഥമീനും വേണ്ട, ഒന്നും വേണ്ട, മത്തി കിട്ടിയാൽ മതി, വീട്ടിൽ പോയാൽ മതി. അതായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞാൽ. എല്ലായിടത്തിനും അതിൻ്റെതായ
പ്രശ്നങ്ങളുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മുടെ ലോകത്തിൽ എവിടെ ചെന്നാലും ആലപ്പുഴയുടെ അത്ര നല്ലൊരു സ്ഥലം കാണിച്ചു തരാൻ പറ്റില്ല അല്ലേ തുമ്പി? ശരിയല്ലേ? അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം ഏറി കയറുവാണെങ്കിൽ ഞാൻ മാത്രം കയറി പറയാം, തുമ്പിയും കൂടെ കയറണം. അതുകൊണ്ടാണ് അതേ തുമ്പി എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അല്ലേ, ഞങ്ങളുടെ 50-50 ഷെയറാ. അതെ, പുതിയ പുഷ്പ. കയറുമ്പോ എല്ലാരും ഒരുമിച്ച് കയറണം. എന്താ അല്ല, നിങ്ങൾ വീഡിയോയുടെ ലിങ്ക് അയച്ചിട്ടാ നിങ്ങൾ ഏറി കയറിട്ടെന്ന് പറയാം. അപ്പൊ അയച്ചിരുമ്പോ നമ്മള് മൊത്തത്തിൽ നിന്ന് പറയാലോ. എങ്ങനെയുണ്ട് ഐഡിയ? ഏകദേശം നമ്മൾ കയറി തീരാറായിട്ടോ. ഐസ് ഒരെണ്ണം കഴിഞ്ഞപ്പോ അടുത്തത്. അത് പിന്നെ അങ്ങനെയാട്ടോ, ഇവിടെ ഒന്ന് കഴിഞ്ഞ അടുത്തത്. ഇതോടുകൂടി സംഭവം കഴിഞ്ഞിരിക്കുകയാണ്. എന്താ ഇത്, നമ്മളുടെ മേളിൽ ആരോ കൊട വെച്ചാക്കുന്ന പോലെ. നോക്കിയാട്ടാ, കൊട വെച്ചു. എന്താ സെറ്റപ്പ് എന്ന് നോക്കിയൊക്കെ പൊങ്ങിക്കുന്ന പോലെ. ഇതെന്താ ഇത്, ഒരു പാറ നിൽക്കുന്ന നോക്കിയേ. നമ്മൾ പോകുന്ന വഴി കണ്ടോ, നമ്മുടെ മേളിൽ നിൽക്കുന്നത് ഫുള്ള് എന്താണ്, പാറ കൂട്ടങ്ങളാട്ടോ, പാറ കൂട്ടങ്ങൾ. എന്താ അല്ലേ, പ്രകൃതിയുടെ ഓരോ അത്ഭുതം എന്ന് പറയുന്നത് ഇതാട്ടോ. എന്നാ വലിയ അത്ഭുത ലോകത്തൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സായിപ്പന്മാരൊന്നും വിശ്വസിക്കണമെന്നില്ല കേട്ടോ. അവന്മാരുടെ ഇടയാണ് നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നവന്മാരെ. പക്ഷെ നമ്മുടെ ഇന്ത്യ വൈവിധ്യങ്ങൾ നിറഞ്ഞ, ഇത്രയും കിടിലൻ റോഡുകൾ, ഇത്രയും പാസുകൾ നിറഞ്ഞ വേറൊരു സ്ഥലം ഈ ലോകത്തില്ല കേട്ടോ. അത് നമ്മളിവിടെ വന്ന് തന്നെ അനുഭവിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടി നേരെ മുന്നോട്ട് പോകട്ടോ. ഇനി നമുക്ക് ഇങ്ങനത്തെ റോഡ് നമുക്ക് കാണാൻ പറ്റൂല. ഇനി നമ്മൾ വേറെ ടണലിലോട്ടാണ് പോകുന്നത്. അതായത് കല്ല് പാകിയ സ്ഥലങ്ങൾ ഏകദേശം കഴിയാനായി കേട്ടോ. എബി നോക്കിയേ, നേരെ വളവും തിരിവും എല്ലാം തീർത്ത് നേരെ പോകുന്ന നോക്കിയേ, നേരെ. ഇനി നമുക്ക് ഏകദേശം ഒരു 30-32 കിലോമീറ്റർ കില്ലറിലോട്ടുണ്ടെന്ന് തോന്നുന്നു. കില്ലർ പോകുന്ന വഴിയിലോട്ട് ഇതുണ്ടോ കേസ്, എബിനോട് നിർത്തി കേട്ടോ. ഇനി നമുക്ക് പോകേണ്ട വഴി ഇത് കണ്ടോ, ഈ കാണുന്ന റാസ്തയിൽ കൂടെ ഇങ്ങനെ നമുക്ക് പോണേ. ഇവിടെ സണ്ണി 11 ആണെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ. 16 ലാസ്റ്റ് വരുന്നത്. 5 മണി 4:30 സൺസെറ്റാണ്. അതിന് മുമ്പേ കിസ്തോറ തീർക്കണം, മനസ്സിലായോ? കില്ലർ തീർക്കണം. റൈറ്റ്, നമ്മുടെ വണ്ടി അങ്ങനെ തണ്ണിക്കുള്ളിൽ ഇറക്കാൻ പോവാ കേട്ടോ. ഇതിവിടുത്തെ ചെറിയൊരു തോടാണ്, കൈത്തോടൊന്നും അല്ല, ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സെറ്റപ്പാണ്. നമ്മുടെ ഈ വീല് വലുതായതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് പേടിക്കണ്ട കേട്ടോ. അത്യാവശ്യം നല്ല സെറ്റപ്പായിരിക്കും. എൻ്റെ പൊന്നെ, നല്ല രസമാട്ടോ ഇതിനകത്തോട് ഓടിക്കാൻ വേണ്ടി. കൈസ് വേറൊരു കാര്യം ഞാൻ പറയാം, ഇത് വലിയ വീലിട്ടുകൊണ്ട് വലിയ തട്ടുവോ മുട്ടുവോ ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. അല്ലെങ്കിൽ എന്നെ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിടിക്കുമോ മേലിടിക്കുമോ എന്നൊക്കെ നമ്മളങ്ങനെ പേടിച്ച് വേണം ഓടിക്കാൻ വേണ്ടി. കൈസ് നോക്കൂ, നമ്മളങ്ങനെ ദുരിതം നിറഞ്ഞ യാത്ര കഴിഞ്ഞ് അങ്ങനെ വില്ലേജുകൾ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ പാടറിനോട് അടുക്കാൻ വേണ്ടി പോവാണ്. അപ്രോക്സിമേറ്റ് യു സി കണ്ടോ കുട്ടാ, കണ്ടോ കണ്ടോ, ഇതാണ് പാടർ. കണ്ടോ കുട്ടാ, ഞങ്ങൾ വെറുതെയാണ് തന്നെ വിളിച്ചോണ്ട് വന്നേ. തന്നെ വിളിച്ചോണ്ട് വന്നപ്പോ തലയ്ക്ക് കൊല്ലാനുള്ള ദേഷ്യമായിരുന്നല്ലോ. അതെ, അങ്ങോട്ട് നോക്കൂ, ആ സൈഡ് നോക്കൂ, തട്ട് കൃഷികൾ നോക്കൂ, സ്വർഗ്ഗലോകങ്ങൾ കാണൂ. ഇതെന്തോ വേറെന്തോ സംഭവം. ഗൈസ്, നമ്മൾ അങ്ങനെ ഫൈനലി പാടർ എത്തിയിരിക്കുകയാണ്. ഇത് പാടറിൻ്റെ എൻട്രി ആണ്. ഇവിടെയൊക്കെ ഓറഞ്ച്, ആപ്പിൾ കൃഷികളൊക്കെ കണ്ടമാനമുള്ള ഏരിയ ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരാൻ ഈ സൈഡിലൊക്കെ കണ്ടമാനം ഉണ്ടായിരുന്നു കൃഷിയും സംഭവങ്ങളൊക്കെ. ഈ പ്രാവശ്യം ഇതെല്ലാം കുറഞ്ഞു അല്ലേ ലിപി? നമ്മൾ ഇവിടെ കയറി ഭക്ഷണം കഴിച്ച ഈ ഹോട്ടലില് വെജായിരുന്നു, ഓർക്കുന്നുണ്ടോ? പിന്നെ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ പാടറിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ പാടറിൽ നിന്ന് കില്ലർ കിസ്ത്വാറിലേക്കാണ് സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നത്. ഗൈസ് നോക്കൂ, അതായത് നമ്മളിത് കണ്ടോ, ഈ കാണുന്ന ഇതിലെയാണ് നമുക്കിനി പോകേണ്ടത്. ആ മല കയറി ഇറങ്ങണം. ഓ തുമ്പി, പരിപാടി പാടാൻ സാധ്യതയുണ്ട്. മേളിലേക്ക് മഞ്ഞ് വീണു ഗൈസ്, മേളിലേക്ക് മഞ്ഞ് വീണു. നമ്മുടെ പോക്ക് അറിയത്തില്ല കേട്ടോ എന്താവുന്നുള്ളത്, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളങ്ങനെ ഫൈനലി സ്ഥലം മാത്രമേ അല്പം മഞ്ഞ് ഉണ്ടാവുള്ളൂ, വേറെ സ്ഥലം ഉണ്ടാവും. ഈ വണ്ടിയിലൊക്കെ വരാൻ ഭയങ്കര സിമ്പിൾ ആട്ടോ, ഒരു ടഫും ഇല്ല, ഒരു ക്ഷീണവും ഒന്നുമില്ല കേട്ടോ. നോക്കിയേ, ഈ കാണുന്ന പാടറിൻ്റെ ഈ സൈഡിലുണ്ട് കുറച്ച് ഗ്രാമങ്ങൾ. നിങ്ങൾ നേരെ നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതുകൊണ്ട് ഈ സൈഡിൽ കുറേ ഗ്രാമങ്ങൾ നിൽക്കുന്നതാണ്. അതിൻ്റെ 3-4 വീടൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെങ്ങനെ അങ്ങോട്ട് പോകുന്നത് എനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഹായ് ഗൈസ് നോക്കൂ, ഗൈസ് ഇവിടെയൊക്കെ വീടുകളും സംഭവങ്ങളും സംവിധാനങ്ങളുണ്ട്. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഭയ്യ ഏ കില്ലർ ജാനെ കെ ലിയെ രാസ്ത ബന്ദ് ഹൈ खुला है? बंद नहीं है ना? खुला है? खुला എന്ന് പറഞ്ഞാൽ തുറന്നില്ലേ? बर्फ है? ये देखो, देखने के लिए उधर ज्यादा है ना? വലിയ കുഴപ്പമില്ല. കണ്ടിട്ടുണ്ടാവില്ലേ? रोड ओपन है ना? मॉर्निंग में गाड़ी जाएगा इधर से?
ले जा सकते हैं दोस्त अभी। ആ അതെ പോകാൻ പറ്റും जाएगा तो वहाँ से आगे नहीं जाएगा, वहाँ से आगे बंद है क्योंकि अब 7 पास बंद हो गया होगा। ले के लिए बंद है हैं? ले जाने के लिए बंद है ले ये तो क्या पता 7 पास बंद हो गए फिर कहाँ എന്നാ പറഞ്ഞ മേട് വരെ പോവാം കില്ലറിന്റെ ആ. അവിടെ നടച്ചെന്ന് कराव तक तो जा सकेगा बंदा, वहाँ से आगे जैसे चंबा जाएगा वहाँ कहाँ बंद होगा। ഇങ്ങനെയെങ്കിൽ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങാം. നമ്മൾ ഓൾറെഡി സംസ്കാരം പോയതല്ലേ. കമാൺ, ഇനി നമുക്ക് നിൽക്കുന്നില്ല. വാ ഓക്കെ ബൈ. ഓക്കെ ഭയ്യാ. ഓക്കെ ആ സൂര്യൻ ഇറങ്ങുന്നതിന് ഇപ്പുറം പണി നടത്തിയിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ പരിപാടി പാടും. ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് തന്നായിട്ടോ. സാധാരണക്കാരായ ആളുകളുടെ വീടുമുണ്ട്, എന്നാൽ ഇച്ചിരി പൈസയുള്ളവരുടെ വീടുമുണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ ഫുള്ള് കൃഷിയുണ്ട്. ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് മേടിച്ച് ഓർമ്മയുണ്ടോ? അതിൻ്റെ അകത്ത് വീടൊക്കെ നോക്കി എന്ത് രസമാണ് കാണാൻ വേണ്ടി പിന്നെ അല്ലേ. ഒരു വെറൈറ്റി ലുക്ക് അല്ലേ, ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ. ഇത് കാണുമ്പോൾ റഷ്യ പോയ ഒരു ഫീലിംഗ് ഉണ്ട്. കുറച്ച് റഷ്യ, ചെച്ചന്യൊക്കെ ചെച്ചന്യ, റഷ്യ, റഷ്യയിലൊക്കെ പോയ സംഭവം ശരി. സെയിം. ചൈനയിലും ഇതേപോലെ നമ്മൾ കണ്ടിട്ടുണ്ടേ. അത് ടിബറ്റ് മേഖലയിൽ. ടിബറ്റ് മേഖലയിൽ നമ്മൾ ഇതേപോലെ തന്നെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ടൂറിസ്റ്റ് പ്ലേസ് കാണാൻ ആഗ്രഹമില്ലേ, ഞങ്ങൾക്ക് ഇതേപോലത്തെ സ്ഥലങ്ങൾ കാണാനാണ് ഏറ്റവും ആഗ്രഹം. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപകാരപ്പെടും. പിന്നെ അങ്ങോട്ട് മേളിലേക്ക് മഞ്ഞ കേട്ടോ, ആ മല മൊത്തം പെയ്ത് കിടക്കുക. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയോടുകൂടി ഫുൾ ക്ലോസ് ആയോ ഇത്? ഏകദേശം അടുത്ത ആഴ്ചയോടുകൂടി ഇങ്ങോട്ടൊക്കെ പെയ്തു കൊടുക്കും. ഏതാണ്ട് 2-3 ദിവസത്തിനുള്ളിൽ ഈ പാടറിലും നല്ല രീതിയിൽ മഞ്ഞ് വീഴും കേട്ടോ. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ലിപിക്കോടാ? എനിക്ക് ഏകദേശം ആയി, പിന്നെ തണുപ്പ് കാണുമ്പോൾ ഏകദേശം ആയി. നമുക്ക് ആ ഒരു ഫീല് കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഇവിടെ നമ്മൾ യാത്ര ചെയ്യാൻ നേരത്ത് നമ്മൾ നാളെ പോവാൻ മറ്റന്നാൾ പോവാന്ന് ഓർത്ത് ഇരിക്കരുത്. കേറുമ്പോ അങ്ങ് കേറുക, എല്ലാ റോഡ് ക്ലോസ് ആവും. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് അല്ലേ ലിവിനെ? ഗൈസ് ചെക്കിങ് കഴിഞ്ഞു. ഫോട്ടോ എടുക്കും, പിന്നെ പ്രത്യേകതരം കമ്പ്യൂട്ടറിൽ നമ്മൾ സംഭവങ്ങളൊക്കെ അടിച്ചു ചേർത്തു. നമ്മളെ വണ്ടിയുടെ ഫ്രണ്ട് വെച്ച് ഫോട്ടോ. ഇത് പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ വരാൻ നേരത്തെ 5-6 വർഷമാകാറായി. ഇനിയിപ്പോൾ ഒരു 20 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 വർഷം. 2026 ആയില്ലേ, 2021 നമ്മൾ വന്നേ. അന്നും ഇവിടെ ഡിസംബറിൽ നമ്മൾ വന്നേ, ഓർക്കുന്നുണ്ടോ? ഈ പാലം ഇതുവരെ തീർന്നില്ല കേട്ടോ, ഇപ്പോഴും ഈ പഴയ പാലം തന്നെയാണ്. മതി. ഫ്രണ്ടിൽ പോയ ഫീലിംഗ്. സ്വിറ്റ്സർലാൻഡ് എവിടെ കിടക്കുന്നു, ഇത് എവിടെ കിടക്കുന്നു, ഇതിന്റെ അത്ര ഭംഗി സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടോ? സംശയമാണ്. നമ്മുടെ സ്വിറ്റ്സർലാൻഡിൽ പോകണ എത്ര പൈസ വേണം, ഇവിടെ വരാൻ വേണ്ടി എത്ര പൈസ? ഇവിടെ ഒന്നും അങ്ങനെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ 7 മണ്ട് വേറെ രീതിയിലേക്ക് മാറിപ്പോയാ. ഇത് കൃഷിയുള്ള സമയത്ത് ഇവിടെ വരണം, വിന്റർ കഴിഞ്ഞിട്ട് സംഭവം ഇവിടെ പൊളിക്കും. പിന്നെ വേറെ സമയമുണ്ട്, മഞ്ഞുകാലത്ത് ഇവിടെ വരണം, വേറെ ലെവല് ഭംഗിയാ അവിടെ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ പാടർ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ കില്ലറിലേക്ക് യാത്ര ചെയ്യാണ്. പാടർ ടു കില്ലർ. ഗൈസ് നോക്കൂ, അത് അടുത്ത വീഡിയോ ആയിരിക്കും. ഈ കാണുന്നതാണ് പാടർ എന്ന് പറയുന്ന ആ ഗ്രാമം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതും നിന്നതുമായ സ്ഥലങ്ങൾ. അന്ന് ഇവിടെ വലിയ പരിപാടിയൊക്കെ. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഒരു ഹെലികോപ്റ്ററിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടോ നിങ്ങൾ കറക്റ്റ് ഈ ഒരു വശത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇവിടെ എന്ന സംഭവമുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ബുദ്ധിസ്റ്റ് ഒരു ടെമ്പിളും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആപ്പിൾ തോട്ടം, ഓറഞ്ച് തോട്ടം ഒക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ തണുപ്പ് കൂടും. ഇനി നമ്മൾ കയറി പോകുന്നത് ഇതാ ഇങ്ങോട്ടാണ് സുഹൃത്തുക്കളെ. ഇത് ഇങ്ങോട്ട് ഈ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ കയറി പോകാൻ വേണ്ടി പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ വഴിയുടെ അകത്ത് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത ബ്ലോഗ് അതാണ്. ഗൈസ് നോക്കൂ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞുകൂടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സീ യു. ജയ് ഈ ബുൾജെറ്റ്. ഗൈസ് നോക്കൂ, ഒരു കാര്യം കൂടെ പറയാം. നോക്കിയാൽ മഞ്ഞ് വീണ് കിടക്കുന്നത്. എൻ്റെ പൊന്നെ, എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി. ഈ സൂര്യൻ ഇറങ്ങുന്നതിന് മുമ്പ് വേണം പരിപാടി നടത്താൻ വേണ്ടി. ഇല്ല